गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। गुरवे सर्वलोकानां विषये भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। श्री गुरुचरणारविन्दाभ्यां नमः। अरुणां करुणातरङ्गिताक्षीं धृतपाशाङ्कुशपुष्पबाणचापाम् अणिमाधिविरावृतां मयूगै अहमित्येव विभावये भवानी। ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതും ഹയഗ്രീവാഗസ്ത്യ സംവാദമായി ഉദ്ധരിച്ചിട്ടുള്ളതുമായ ലളിതാ സഹസ്രനാമത്തിന്റെ നവാഹയജ്ഞത്തിന് 5 ദിവസമായി എന്ന് വ്യാഖ്യാനം നോക്കി വരുന്ന രീതിയിൽ വേദവേദ്യായി നമഃ എന്ന പദം വരെ നമ്മൾ കണ്ടു. വേദങ്ങളാൽ അറിയപ്പെടേണ്ടവൾ ദേവി. വേദം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്തെന്ന് പറയുന്നത് വേദം. വേദങ്ങളാൽ അറിയപ്പെടുന്നവൾ. വിന്ധ്യാചല നിവാസിന്യേ നമഃ. വിന്ധ്യാപർവ്വതത്തിൽ വസിക്കുന്നവൾ. ഈ പർവ്വതത്തിൽ വസിച്ച് താൻ അസുരവധം ചെയ്യുമെന്ന് ദേവി ദൈവഹർത്ഥത്തിൽ പറയുന്നു. സുമനസുമന്മാരെ വധിക്കാനായി ഇവരെല്ലാം ദേവിയെ പ്രാർത്ഥിക്കും. പറയും, ഇപ്പോ വധിക്കാനുള്ള സമയമായിട്ടില്ല, ഞാൻ വിന്ധ്യാപർവ്വതത്തിൽ വസിക്കും, യഥാസമകാലത്ത് വധം നടക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞതായിട്ട് ദേവിമാർഗത്തിൽ വരുന്നുണ്ട്. അതാണ് വിന്ധ്യാചല നിവാസിന്യേ നമഃ എന്ന പദത്തിനർത്ഥം. വിധാത്രേ നമഃ. പ്രപഞ്ചത്തിന് ആധാരമായ ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്നവൻ എന്നർത്ഥം. വേദജനന്യേ നമഃ. വേദമാതാവായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മത്തിന്റെ വിശ്വാസമാണ് വേദങ്ങൾ എന്ന് മാണ്ഡവോപനിഷത്തിൽ പറയുന്നുണ്ട്. പരമാത്മാവായ ദേവിയിൽ നിന്ന് 4 വേദങ്ങളും ഉദിച്ചു. ബ്രഹ്മത്തിൽ നിന്ന് ഉദിച്ചു. ഇത് ലളിതാ സഹസ്രനാമമായതുകൊണ്ട് ദേവി എന്ന് പറയുന്നു. വിഷ്ണുമായായി നമഃ. മഹാവിഷ്ണുവിന്റെ മായാദേവിക്ക് നമസ്കാരം. ബ്രഹ്മത്തിന്റെ മായാശക്തിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത ഒന്നിനെ ഉള്ളതായി സങ്കല്പിക്കുന്നത് മായ. ഈ ലോകം മിഥ്യയാണ്. മിഥ്യാലോക സത്യം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നത് മായ. വിലാസിന്യേ നമഃ. ലീലാലോലായ ദേവിക്ക് നമസ്കാരം. മായയുടെ വിക്ഷേപ ശക്തിയാണ് വിലാസം. ആ മായയുടെ വിക്ഷേപ ശക്തി കൊണ്ടാണ് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ക്ഷേത്രസ്വരൂപായ നമഃ. പ്രകൃതിയാകുന്ന ശരീരത്തോട് കൂടിയ ദേവിക്ക് നമസ്കാരം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്ന് അർത്ഥമുണ്ട്, നമ്മുടെ ശരീരം എന്നും അർത്ഥമുണ്ട്. 36 തത്വങ്ങൾ പറഞ്ഞ പ്രകൃതിയാണ് ദേവിയുടെ ശരീരം, ഈ പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ട് ക്ഷേത്ര സ്വരൂപായി നമഃ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര സ്വരൂപത്തിൽ ഇരിക്കുന്നവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശരീര രൂപത്തിലും ഇരിക്കുന്നത് ദേവി തന്നെയാണെന്ന് അർത്ഥം. ക്ഷേത്രേശ്വരി നമഃ. ക്ഷേത്രങ്ങളുടെ എല്ലാം ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. ക്ഷേത്രങ്ങളിലെ ഈശ്വരി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നുള്ള അർത്ഥത്തിലെടുക്കാം. ആത്മീയമായ അർത്ഥം ഈ ശരീരത്തില് ഉള്ളിലിരിക്കുന്നവൾ ദേവി. ക്ഷേത്രജ്ഞ പാലിന്യേ നമഃ. ക്ഷേത്രേശി. നമ്മൾ വിദേശി എങ്ങനെ പറയുന്നു? വിദേശത്തുള്ളവൻ വിദേശി, സ്വദേശത്തുള്ളവൻ സ്വദേശി. ക്ഷേത്രത്തിൽ വസിക്കുന്നവൾ ക്ഷേത്രേശി. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പാലിക്കുന്നവൾ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്ഷേത്രജ്ഞൻ ആരാ? ശരീരത്തിലുള്ള നമ്മുടെ ജീവൻ. ക്ഷേത്രജ്ഞ പാലിന്യേ നമഃ. അപ്പൊ ഈ ശരീരത്തെ രക്ഷിക്കുന്ന ദേവി തന്നെയാണ്. ശരീരത്തിലുള്ള നമ്മുടെ ജീവനെ രക്ഷിക്കുന്നതും ദേവി തന്നെയാണ്. ക്ഷയവൃത്തി വിനിർമുക്തായ നമഃ. നാശവും വളർച്ചയും ഇല്ലാത്തവൾ ദേവി. കാരണം എന്താ? സത്യമായ വസ്തു. അതിന് വളർച്ചയുണ്ടെങ്കിൽ നാശമുണ്ടാവും. അതുകൊണ്ട് ജനനം മരണം ഇതൊന്നും ഇല്ലാത്തതാണ് ഈശ്വര സ്വരൂപം എന്നർത്ഥം. ഈ ക്ഷയം വൃദ്ധി ഇതെല്ലാം സാധാരണ മായക്കുള്ളിലുള്ള വസ്തുക്കൾക്കാണ്. അതിനാണ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നുള്ള അവസ്ഥയൊക്കെ നമുക്ക് വരുന്നത്. ഈശ്വരന് അതൊന്നും ഇല്ലാന്നർത്ഥം. ക്ഷയവൃത്തി വിനിർമുക്തായ നമഃ. ക്ഷേത്രപാല സമർച്ചിതായ നമഃ. ക്ഷേത്രപാലനാൽ അർച്ചിക്കപ്പെട്ടവൾ. ആരാണ് ഈ ക്ഷേത്രപാലൻ? മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രപാലകന്റെ ഒരു സന്നിധി കാണും. ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഉണ്ട്. വടക്കേ നടവഴി പ്രവേശിക്കുകയാണെങ്കിൽ ആ ശിവരിപ്പര കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ആ വഴിക്ക്
റൈറ്റ് സൈഡിൽ കാണുന്ന പ്രതിഷ്ഠ, അത് കൃഷ്ണന്റെ മുമ്പിലായിട്ടുള്ള പ്രതിഷ്ഠയാണ് ക്ഷേത്രപാലകൻ. ആരാണ് ഈ ക്ഷേത്രപാലകൻ? ദാരികൻ എന്നൊരു അസുരൻ, ആ അസുരനെ വധം ചെയ്യാനായിട്ട് പരമേശ്വരൻ കാളിയെ സൃഷ്ടിച്ചു. ഭദ്രകാളി അവതരിച്ച് ആക്രോശത്തോടുകൂടി ദാരികനെ വധം ചെയ്ത്, ദാരിക വധത്തിന് ശേഷവും ആ അവതാരത്തിന്റെ പവർ, ആക്രോശം തീർന്നില്ല. ലോകത്തെ മുഴുവൻ വിഴുകിക്കളയും എന്നുള്ള ഭാവത്തിൽ ആ കാളി സ്വരൂപം വരുമ്പോൾ പരമേശ്വരൻ നോക്കി, ഈ സ്വരൂപത്തിനെ അടക്കി നിർത്താൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ആ കാളി സ്വരൂപമായിരിക്കും ദേവിയുടെ ഉള്ളിലുള്ള മാതൃത്വത്തെ വെളിയിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി പരമേശ്വരൻ ഒരു ശിശുവായി അവതരിച്ച് കാളി വരുന്ന അതിന്റെ വഴിയിൽ കിടന്ന് കരയാൻ തുടങ്ങി. ആക്രോശത്തോട് കൂടി വന്ന കാളി ആ ശിശുവിന്റെ കരച്ചിൽ കേട്ടപ്പോ ആ ശിശുവിനെ നോക്കുകയും അവരുടെ ക്രോധം ശമിച്ച് ശാന്തസ്വരൂപിയായി ഒരു അമ്മയുടെ വാത്സല്യം ആ കുഞ്ഞിനോട് തോന്നുകയും ചെയ്തു. മാതൃവാത്സല്യം ഏത് അവസ്ഥയിലാണ്, എത്ര ദേഷ്യമായാലും കുഞ്ഞിന്റെ മുമ്പിൽ അതെല്ലാം നിന്നുപോകും. ഉടനെ കുട്ടിയെ വാരിയെടുത്തു, അതിന് പാല് കൊടുത്തു. പാല് കുടിക്കുന്നതിന് കൂടെ, പാലിന്റെ കൂടെ ആ ആക്രോശത്തെയും പരമേശ്വരൻ. അങ്ങനെ ഈ ലോകമാകുന്ന ക്ഷേത്രത്തെ ആക്രോശത്തോടെ ഇരിക്കുന്ന ആ ഭദ്രകാളി സ്വരൂപത്തിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് ക്ഷേത്രപാലകൻ എന്ന് പേര്. പൊതുരാമോഷം അങ്ങനെയാണല്ലോ, പാല് കുടിക്കുന്നതോടുകൂടി അവരുടെ ജീവനും ഭഗവാൻ എടുത്തു നിർത്തും. ഇതാണ് ക്ഷേത്രപാലകൻ. മിക്കവാറും എല്ലാ സന്നിധിയിലും ഇത് കാണും. ദാരുവിൽ അസുരനെ വധിക്കാനായി കാളിയെ സൃഷ്ടിച്ചു. ആ കാളിയുടെ സ്വരൂപത്തിൽ നിന്ന് മാതൃത്വം കൊണ്ടുവന്ന് അവരെ അശാന്തയാക്കാൻ വേണ്ടി പരമേശ്വരൻ അവതരിച്ചതാണ് ക്ഷേത്രപാലകൻ. വിജയായി നമഃ. സദാ വിജയായി ദേവിക്ക് നമസ്കാരം. പത്മാസുരനെ വധിച്ചത് കൊണ്ട് വിജയ എന്ന പേര് വരുന്നു. ദേവി മഹാവൃത്തത്തിൽ കഥയുണ്ട്. വിജയ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് വിജയത്തെ കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഏതൊരു കാര്യം ചെയ്താലും വിജയം വേണം, സക്സസ് ആവണം. എങ്കിലേ നമുക്ക് എല്ലാം അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിലും സക്സസിനെ കൊടുക്കുന്നവൾ ദേവി വിജയ. വന്ധ്യായി നമഃ. സർവർക്കും വന്ധ്യായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് എല്ലാവരും പൂജിക്കുന്നു എന്നർത്ഥം. വന്ദാവിജന വത്സലായ നമഃ. ആരെല്ലാം തന്നെ വന്ദിക്കുന്നുവോ, നമസ്കരിക്കുന്നുവോ, സ്തോത്രം ചെയ്യുന്നുവോ അവരിൽ വാത്സല്യം കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം. വാഗ്വാദിനി നമഃ. വാക്കിന്റെ പരദേവതയാണ് ദേവി. വാക്കിന്റെ ഉദ്ഭവസ്ഥാനമായതുകൊണ്ടും ഭക്തരുടെ നാവിന്മേൽ സത്യമായ വാക്കിന്റെ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ദേവിക്ക് വാഗ്വാദിനി എന്ന പേര്. വാമകേശ്വരി നമഃ. വാമകേശ്വരൻ എന്ന് പറഞ്ഞാൽ മനോഹരമായ ദേവി എന്നർത്ഥം. വാമകേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്ന അർത്ഥമാണ്. മനോഹരമായ തലമുടിയുള്ളവൾ വാമകേശ്വരി നമഃ എന്നർത്ഥം. പരമേശ്വരന്റെ ശക്തി എന്നും അർത്ഥമുണ്ട്. വാമകേശ്വരി നമഃ. വന്യമണ്ഡല വാസിനി നമഃ. അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നവൾ. മൂലാധാരത്തിൽ അഗ്നിമണ്ഡലവും അനാഹാരത്തിലുള്ള സൂര്യമണ്ഡലത്തിലും സഹസ്രാര ചന്ദ്രമണ്ഡലത്തിലുമെല്ലാം വസിക്കുന്നവൾ എന്നർത്ഥം. ഭക്തിമത് കൽപ്പലതികാലേ നമഃ. ഭക്തിയുടെ കൽപ്പവല്ലിയായ ദേവിക്ക് നമസ്കാരം. കൽപ്പവല്ലി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കുന്നത്. കൽപ്പവൃക്ഷം പോലെ തന്നെ കൽപ്പവല്ലി. നമ്മൾ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുന്നവൾ ദേവി. എപ്പോ? ഭക്തിയോടുകൂടി ആരാണോ ദേവിയെ നമസ്കരിക്കുന്നത്, വന്ദിക്കുന്നത്, ആ ഭക്തന്മാർക്ക് അവരുടെ അഭീഷ്ടങ്ങളെ സാധിച്ചു കൊടുക്കുന്നവൾ ദേവി. പശുപാശ വിമോചിന്യേ നമഃ. അജ്ഞാനികളായ ജീവന്മാരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. പശു എന്ന് പറഞ്ഞാൽ ജീവൻ, പതി എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. ഈ ജീവനും പരമേശ്വരനും തമ്മിലുള്ള അകൽച്ചയുണ്ടല്ലോ, അതാണ് പാശം, അറ്റാച്ച്മെന്റ് എന്നർത്ഥം. അപ്പൊ പശുവായ നമ്മുടെ ഉള്ളിലുള്ള ആ പാശത്തെ നീക്കി ഈ പശുവിനെ ആ പതി തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അങ്ങനെ പാശത്തെ നീക്കി പശുവിനെ തന്നെ ലയിപ്പിക്കുന്നത് കൊണ്ടാണ് പരമേശ്വരന് പശുപതി എന്ന് പേര് വരാൻ കാര്യം. അപ്പൊ ഇവിടെ എന്താണ്? പശുപാശ വിമോചിന്യേയും പശുവിനെയും പാശത്തിൽ നിന്ന് പശുവിനെ വിമോചിപ്പിച്ച് മോക്ഷത്തെ കൊടുക്കുന്നവൾ എന്നർത്ഥം. അജ്ഞാനം, അഹങ്കാരം, കാമം, ക്രോധം, അത്യാസക്തി ഇതെല്ലാമാണ് പാശത്തിന്റെ പ്രതീകമായി വരുന്ന സ്വഭാവ ദോഷങ്ങൾ. സംഹൃതാശേഷ പാഷണ്ഡായ നമഃ. സകല പാഷണ്ഡന്മാരെയും സംഹരിക്കുന്ന ദേവിക്ക് നമസ്കാരം. പാഷണ്ഡന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? നാസ്തികൻ, ദേവനിന്ദകൻ, വേദശാസ്ത്ര വിരുദ്ധമായി ഉള്ളവൻ, ആചാരം കളഞ്ഞവൻ, വേദത്തെ അപമാനിക്കുന്നവൻ, ഇവനെല്ലാം പാഷണ്ഡന്മാർ. സദാചാര പ്രവൃത്തികായ നമഃ.
മനുഷ്യരെ സദാചാരത്തിൽ പ്രവർത്തിക്കുന്നവൾ. സദാചാരം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതാണ് സദാചാരം. നേരത്തെ പറഞ്ഞ മാതിരി പുണ്യപ്രപ്രധാനങ്ങൾ പറഞ്ഞല്ലോ, വിഹിതം അവിഹിതം, ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പാപം, ചെയ്യാത്തത് ചെയ്താലും പാപം. താപത്രയാകി സംതപ്ത സമാഹ്ലാദന ചന്ദ്രികായി നമഃ. വളരെ ആഴത്തിലുള്ള അർത്ഥമുള്ള ഒരു പദമാണത്. താപത്രയം, മനുഷ്യൻ ദുഃഖങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുകയാണ്. 3 വിധമായ ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളത്. എല്ലാ ദുഃഖങ്ങളും ഈ 3 എണ്ണത്തിൽ ഒതുങ്ങും. എന്താണ്? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളത്, എവിടെ പോയാലും നമ്മുടെ കൂടെ വരും. മുട്ടുവേദന, നടുവേദന, മറക്കാനോ ഒതുക്കാനോ പറ്റാത്ത മനുഷ്യരുള്ള വിഷമങ്ങൾ, അല്ലേ? ലളിതാ സഹസ്രനാമ ഭാഷ്യം കേൾക്കാൻ പോവുക, 1.5 മണിക്കൂർ എനിക്ക് ഇരിക്കണം. ആ മുട്ടുവേദനയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂർ നീ മാറിയിരുന്നോ എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാൻ പറ്റുമോ? നടുവേദനയെ മാറ്റിവെക്കാൻ പറ്റുമോ? നമ്മൾ എത്ര ചിരിച്ചൊക്കെ സംസാരിച്ച് അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരുന്നാലും ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിൽ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എവിടെ പോയാലും നമ്മുടെ കൂടെ വരും. അങ്ങനെയുള്ള ദുഃഖങ്ങളാണ് ആധ്യാത്മികം, ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് ആദിഭൗതികം. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ പുറമെയുള്ള വസ്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് പാർട്ടിക്കിൾസ്. ഇഴജന്തുക്കൾ, ദുഷ്ടന്മാർ, കള്ളന്മാർ, അയൽവാസി, ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് വരുന്ന ദുഃഖങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും സ്വന്തക്കാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് എങ്ങനെയെങ്കിലും വരാം. അതെല്ലാം ആദി ഭൗതികം. ഇത് രണ്ടും ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനും അതിനെ നേരിടാനും സഹിക്കാനും കഴിയും. മൂന്നാമത്തത് ആദി ദൈവികം. ഈ ഒരു വാക്ക് വെച്ചും കൊണ്ടാണ് ഈശ്വരകോപം എന്ന് ആളുകൾ പറയുന്നത്. ആദി ദൈവികം എന്ന് പറഞ്ഞാൽ ഈശ്വരകോപമല്ല. ഈശ്വരന് കോപിക്കാൻ അറിയില്ല. ഞാൻ സാധാരണ പറയും, ദേഷ്യപ്പെട്ടാൽ അത് ദേവിയല്ല, സാധാരണ മാമി. അല്ലേ? മനുഷ്യർക്കല്ലേ ദേഷ്യം വരുള്ളൂ, ദേവിക്ക് എന്ത് ദേഷ്യം വരും? നമ്മൾ എപ്പോഴാണ് ദേഷ്യം വരുന്നത്? നമ്മൾ എന്തെങ്കിലും വിചാരിക്കുന്നത് നടന്നില്ലെങ്കിലേ ദേഷ്യം വരുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ പറഞ്ഞു, അപ്പോഴാണ് ദേഷ്യം വരുന്നത്. ദേവിക്ക് ഒന്നിനും ദേഷ്യമില്ല, ദേഷ്യപ്പെടാൻ അറിഞ്ഞൂടാ. അങ്ങനെയുള്ള ഒരു പാപമായ ഒരു തത്വത്തെയാണ് നമ്മൾ ദേഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ആദി ദൈവികം പറഞ്ഞാൽ? നാച്ചുറൽ കലാമിറ്റി, പ്രകൃതിക്ഷോഭം, സുനാമി, എർത്ത്, ചുഴലിക്കാറ്റ്, ഇതുപോലുള്ള പ്രകൃതിദത്തമായ ഉപദ്രവങ്ങൾ. അത് ആ പ്രകൃതിദത്തമായ ഉപദ്രവം നടന്നേ പറ്റൂ. എങ്കിലും ഈശ്വര സാന്നിധ്യം ഉണ്ടെന്ന് പല സ്ഥലത്തും തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് സുനാമി വന്നു, എല്ലാവർക്കും അറിയാം. കന്യാകുമാരി പോയവർക്ക് അറിയാം ആ ഗാന്ധി മണ്ഡപം എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഗാന്ധി മണ്ഡപം കടലിൽ നിന്ന് എത്രയോ കഴിഞ്ഞാണ് ഗാന്ധി മണ്ഡപം. ഗാന്ധി മണ്ഡപം കുറെ മണ്ണൊക്കെ കഴിഞ്ഞിട്ടാണ് റോഡ്. ആ റോഡിൽ വന്ന് കാർ നിർത്തി ആ സ്ത്രീ വെളിയിൽ ഇറങ്ങി, മറ്റേ ഡോർ അടച്ച് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു വലിയ അല വന്ന് ഈ സ്ത്രീയെ കൊണ്ടുപോയി. സുനാമിയിൽ പോയി. ഇവിടെയാണ് കാർ നിൽക്കുന്നത് വെച്ചോളൂ, ഇവിടെയാണ് ക്ഷേത്രം. ഈ 2 സൈഡിലും വന്നു, എല്ലാത്തിനും കൊണ്ടുപോയി. ക്ഷേത്രത്തിന്റെ മതിലില് ഒരു തുള്ളി വെള്ളം പോലും എഴുതി. നടന്ന സംഭവമാണ്. ഇവിടെ സുനാമി കഴിഞ്ഞ അമ്പലം തുറന്ന ശേഷം ഞാൻ പോയി അവിടെ കാണാനായി. ആ കടക്കാരോട് ചോദിച്ചു, ഈ കടയെല്ലാം പോയി സാർ, ഈ മതിൽ വരെ ഉള്ളത് വരെ ഈ 2 സൈഡും പോയി. ഇവിടെ അമ്പലത്തിന്റെ മതിലിലോ അകത്തോ ഒരു ഡ്രോപ്പ് വെള്ളം പോലും കയറി. സാധ്യത ഉണ്ടെന്നുള്ളത് തെളിയില്ല. ആ ദേവിക്ക് എന്തുകൊണ്ട് ബാക്കി മറിച്ച് നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ഷോഭം അതാത് സമയത്ത് നടന്നേ പറ്റും. അത്രയും ജീവൻ അവിടെ പോകണം, കണക്ക്. ഇതാണ് ആദ്യ ദൈവികം എന്നല്ലാതെ ദൈവകോപം ഒന്നും ഇല്ല. അതിനുവേണ്ടിയാണ് ഇതെടുത്ത് പറയുന്നത്. ഒരിക്കലും വിശ്വസിക്കരുത്. എനിക്ക് എന്തെങ്കിലും പ്രയാസം വന്ന് എവിടെയെങ്കിലും പോയാൽ ആരെങ്കിലും അസ്ട്രോളജേഴ്സ് ഉണ്ടാ ക്ഷമിക്കണം, ഞാൻ അവരുടെ ജീവിതത്തിലെ ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്നതല്ല. ദൈവകോപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. ഒരു ദൈവം കോപിക്കുകയും പേടിക്കുകയും വേണ്ട. നമുക്ക് കഷ്ടം വന്നത് നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത്. ദേവി എന്ത് ചെയ്യും? അല്ലേ? ആലോചിച്ചു നോക്കും. നമ്മളല്ലേ ചെയ്തത്. നമ്മൾ നല്ലതില്ല, ഞാൻ നിറക്കുമായി അവരെ നട്ട അവരൊരു തോര നട്ട തോര എന്താണ് നമ്മൾ നടുന്നത് അത് വരും. മാവ് നട്ടിട്ട് പ്ലാവ് ചക്ക വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല്ലല്ലോ. ഈ പാപങ്ങളെല്ലാം നമ്മുടെ പാപങ്ങൾ വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ എതിർകൊള്ളണമെന്നാണ് ആത്മീയം പറയുന്നത്. പറയാൻ എളുപ്പം, ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇല്ലെന്ന് പറയുന്നില്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം. നമുക്ക് വരുന്ന ദുഃഖങ്ങളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ അൺഫേവറായിട്ട് വരുന്ന എല്ലാ പാപത്തിന്റെ ഫലമാണ്.
വേറെ ആരും അതിന് റെസ്പോൺസിബിൾ അല്ല. നമ്മൾ വിതച്ചത് കൊയ്യും എന്ന് പറയുന്നില്ലേ, വാട്ട് വി സോ സോ വി റീപ്. ഇത് തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ പാപത്തിന്റെ ഫലമായ ദുഃഖങ്ങളെയും കഷ്ടങ്ങളെയും സ്വീകരിക്കാനും അതിനെ എതിർക്കാനും അതിനെ മറികടക്കാനുമുള്ള ശക്തി ഈശ്വരാരാധന കൊണ്ട് നമുക്ക് കിട്ടും. അതാണെന്നല്ലാതെ ദൈവകോപം എന്ന് പറഞ്ഞാൽ ഒന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുക, ആര് പറഞ്ഞാലും വിശ്വസിക്കും. ദൈവത്തിന് കോപിക്കാൻ അറിയില്ല. ആദ്യ ദൈവികം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പൊ ആധ്യാത്മികം നമ്മുടെ കൂടെ ഉള്ളത്, ആദ്യ ഭൗതികം പുറമേയുള്ള വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നത്, ആദ്യ ദൈവികം പ്രകൃതിയിൽ ദത്തമായിട്ട് കിട്ടുന്നത്. ഈ 3 വിധമായ ദുഃഖങ്ങളെ മനുഷ്യനുള്ളൂ. ദുഃഖത്തെ മൂന്നിൽ ഏതൊരു വേണമെങ്കിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ 3 വിധമായ ദുഃഖത്തിൽ നിന്നും ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശാന്തി മന്ത്രം 3 പ്രാവശ്യം ചൊല്ലുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തമായിട്ട് ചൊല്ലും. ഓം ശാന്തി 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 എന്ന് പറയുന്നത്. ഡിഷൻ എന്ന് പറഞ്ഞാൽ അടികൂടെ നമുക്ക് ആയിപ്പോ ഇരിക്കുന്ന കണ്ടിട്ട് ഓം ശാന്തി ശാന്തി ശാന്തി. എന്തിനാ വേഗം? ശാന്തി ഏതൊരു ശാന്തി മന്ത്രമാണ്. അത് ചൊല്ലുമ്പോഴെങ്കിലും ശാന്തി വേണ്ടി. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തമായിട്ട് പറയാം. ഏതെല്ലാം ശാന്തി? ആധ്യാത്മികമായ ദുഃഖത്തിൽ നിന്നും ശാന്തി, ആദ്യ ഭൗതികമായ ദുഃഖത്തിൽ നിന്നും ശാന്തി, ആദ്യ ദൈവികമായ ദുഃഖത്തിൽ നിന്നും ശാന്തി. ഇങ്ങനെ താപത്രയമാകുന്ന 3 ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് ശാന്തിയെ കൊടുക്കുന്നവൾ ദേവി എന്നൊരർത്ഥം. ഇതൊരു താപം എന്ന് പറഞ്ഞാൽ ഉഷ്ണം, ചൂട് എന്നർത്ഥമാണ്. അല്ല, താപം നമ്മുടെ മനസ്സിൽ ദുഃഖം കൊണ്ടോ അസുഖം കൊണ്ടോ എന്തെങ്കിലും പ്രയാസം കൊണ്ടോ നമ്മൾ അനുഭവിക്കുന്ന വേദനയെ ചൂടായിട്ട് സങ്കല്പിക്കാം. അങ്ങനെ ഉള്ള ആ ഉഷ്ണത്തെ തണുപ്പിക്കുന്ന ചന്ദ്രികയായി വിളങ്ങുന്നവൾ ദേവി. താപത്രയാകൃതം തൊട്ട് സമാഹ്ലാദന ചന്ദ്രികായി നമഃ എന്ന പദത്തിനുണ്ട്. ഇത്രയും വസ്തുതകൾ ആ ഒരു പദത്തിലുണ്ട്. തരുണീ നമഃ. നിത്യയൗവനയായ ദേവിക്ക് നമസ്കാരം. എപ്പോഴും എന്നും 16 വയസ്സെന്ന് പറയുന്നവർ എന്നും യൗവനയുക്തിയാണ് ദേവി. കാരണം എന്താ? സത്യമായ വസ്തു, അതിന് മാറ്റമില്ല. ക്ഷയവർക്ക് നിർമുക്തായ നമഃ നേരത്തെ പറഞ്ഞത് മാറ്റമില്ല. താപസാരാധ്യന്മ. തപസ്വികളാൽ ആരാധിക്കപ്പെട്ടവൾ. തപസ്വികളാൽ ആരാധിക്കപ്പെട്ട തപസ് എന്ന് പറഞ്ഞാൽ ഒരു നിഷ്ഠ, ഒരു തീരുമാനം. അതാണ് തപസ്. ഇത് ചെയ്തേ നമ്മൾ പറ്റൂ, എന്ന് വന്നാലും ശരി ചെയ്തേ പറ്റൂ. അങ്ങനെ വെച്ചിട്ട് കർക്കിടക 1-ാം തീയതി 30-ാം തീയതി വരെ രാമായണം വായിച്ചിരിക്കില്ല ക്ഷേത്രത്തിൽ. അത് നിർബന്ധമായിട്ട് വന്നിരിക്കുക. വാസ്തവം പറഞ്ഞാൽ കർക്കിടക മാസം രാമായണത്തിന് ഒരു ബന്ധവുമില്ല, പിന്നാടി വന്നതാണ്. കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം എന്തെന്ന് കൂടി പറയാം. ദേവിയുടെ പ്രാധാന്യമുള്ളതാണ് കർക്കിടക മാസം. അവിടെ ആടിച്ചൊവ്വാന്ന് എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ ഒരു സംഭവം വന്നത്? പുരാണത്തിലുള്ള കഥ. അത് പറയാതെ പോകാൻ പറ്റില്ല. കഥകളിൽ നമ്മൾ എത്തിക്കാം. ഞാൻ ഇത് അത്യാവശ്യമായ കഥ പറയണം. ലോകരക്ഷണം ചെയ്യുന്നത് പരമേശ്വരനാണ്, സംരക്ഷിക്കുന്നത്. അങ്ങനെ പരമേശ്വരന്റെ മക്കളായ ഗണപതിക്ക് മുരുകനും ഒരേ പരാതി. എപ്പോ നോക്കിയാലും ലോകസംരക്ഷണം പോകുന്നു, നമുക്ക് അച്ഛന്റെ ഒരു സാമീപ്യം കിട്ടുന്നില്ല എന്ന് അമ്മയോട് പരാതി പറഞ്ഞു. കാരണം നമ്മുടെ വീട്ടിൽ പലപ്പോഴും പറയാം, ബിസിനസ് പറഞ്ഞാൽ അച്ഛൻ ഓടിക്കൊണ്ടേരുന്ന ഈ അച്ഛൻ എന്നമ്മ വീട്ടിൽ വരും എന്ന് ചോദിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അതുപോലെ നടന്നതായിട്ട് ഒരു കഥ. പാർവതി വിചാരിച്ച് കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത് ഒരു ദിവസം അച്ഛനെ ഒന്ന് പറ്റിക്കണം. കോൺസ്പിറസി ഉണ്ടായി. 2 അമ്മയും 2 മക്കളും കൂടി ഒരു ചെറിയൊരു ഡപ്പി എടുത്ത് അതിലൊരു ഉറുമ്പിനെ പിടിച്ചിട്ട് നല്ലവണ്ണം എയർടൈറ്റായിട്ട് അടച്ച് ഈശ്വരന്മാരിലെ ചെയ്യണം. അതിന് ജീവൻ നിൽക്കുമല്ലോ, അതിനെ പിടിച്ചു വെച്ചു. അതുപോലെ പരമേശ്വരൻ വരികയും എല്ലാവർക്കും ഇന്ന് പടിയിറങ്ങോ, എല്ലാവരും സംരക്ഷിച്ചു. ലോക സംരക്ഷണ എല്ലാവർക്കും ഉണവ് കൊടുത്തു. എല്ലാവർക്കും എടുത്തിട്ട് ചോദിച്ചു. അപ്പോഴേ പരമേശ്വരൻ അറിയാത്തല്ലോ, ഇവർ എന്ത് ചെയ്താലും ലോകേശ്വരൻ അറിയാതിരിക്കുമോ? അവർ എത്രത്തോളം പോണം നോക്കട്ടെ എന്ന് ഒന്നും അറിയാത്ത മാതിരി എന്തിനാ വീണ്ടും ചോദിക്കുന്നേ എന്ന് പറഞ്ഞപ്പോ പതുക്കെ പാർവതി ഗണപതിയോട് പാർവതി കണ്ണു കാണിക്കുമ്പോൾ എടുത്തോണ്ട് പോകാം. ആ ഡപ്പിയെ കൊണ്ടുവന്ന് തുറക്കും. അതിന് എറുമ്പിനിട്ടിരിക്കുകയല്ലേ, അതിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ അച്ഛനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാനല്ലോ. ഡപ്പി തുറന്നപ്പോ ആ എറുമ്പിന്റെ വായു ഒരായി. ഇതാണ് ലോകേശ്വരൻ. 3 പേര് സാഷ്ടാംഗം നമസ്കരിച്ചു. പരമേശ്വരൻ പറഞ്ഞു, എപ്പോ ഒരിക്കൽ എന്നിൽ സംശയം തോന്നിയോ ഇനി ആ കാര്യം നീ ചെയ്യണം. 6 മാസം നീ ചെയ്യും, 6 മാസം ഞാൻ ചെയ്യാം. നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ തന്നെ പറയില്ലേ, തിങ്കളും ബുധൻ നിങ്ങൾ അടുത്ത് നോക്കാം, വ്യാഴം വെള്ളിയാഴ്ച നമ്മൾ നോക്കാം, ഞായറാഴ്ച ആ ഹോളിഡേ നമുക്ക് ഹോട്ടലിൽ പോകാന്നൊക്കെ പല കുടുംബത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോഴേ അതൊക്കെ കുടുംബപരമായ കാര്യങ്ങൾ.
അത് പറയും, ഞാൻ പിള്ളേരുടെ തൃപ്തിക്ക് വേണ്ടി അറിയാണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം എന്ന് പറയും. ശരി, ഒരു മാസം ഞാൻ അങ്ങനെ പോകും, അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് വന്നാലും എന്നെ പരീക്ഷിച്ചതിന്റെ പേരിൽ ഒരു മാസമെങ്കിലും ഇത് ചെയ്തേ പറ്റുള്ളൂ. 11 മാസം പരമേശ്വരനും 12ാമത്തെ മാസം ദേവിയും ലോക സംരക്ഷണം നടത്തി. ആ പോർട്ട്ഫോളിയോ ഈ ഒരു മാസം പരമേശ്വരൻ കഷ്ടമാണ്. അവർക്ക് കിട്ടിയ മാസം ഏതാണ്? കർക്കിടക മാസം, പഞ്ചമാസം. എല്ലാം പഞ്ചമായ മാസമാണ്. അതുമല്ല അനുഭവവും കുറവ്. കഥയാണ് കേട്ടോ, കഥയായിട്ട് പറയുന്നതാണ്. ആ കർക്കിടക മാസം ദേവിയുടെ പ്രാധാന്യം എന്തെന്നുള്ള ശിവപുരാണത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അവസാനം വേറെ നിവൃത്തിയില്ല. ഇപ്പൊ തലവെച്ച് കൊടുത്തില്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. വളരെ പാടുപെടും, വളരെ കഷ്ടപ്പെട്ടാണ് ഈ കർത്തവ്യം ദേവി നിർവഹിക്കുന്നത്. അപ്പോ മനുഷ്യരെല്ലാം കൂടെ ചേർന്ന് ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ദേവിക്ക് ഉത്സാഹം കൊടുക്കാനായിട്ട് ദേവിയെ ആരാധനയ്ക്ക് കൂടുതൽ സാധ്യത ഈ കർക്കിടക മാസം കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ ആടിച്ചോള ഉത്സവം, കർക്കിടക മാസം ഭഗവത് സേവ, എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും ഭയങ്കരമായ ഒരു ഉത്സവം ആരാധന നടക്കും ഈ കർക്കിടക മാസത്തിൽ. നമ്മുടെ ഈ മാച്ചൊക്കെ നടക്കുമ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കൂലേ, അതേപോലെ ദേവി ഉത്സാഹപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് കർക്കിടക മാസത്തിലുള്ള വിശേഷം. പണ്ടേ ഉള്ളത് പുരാണ ഇതിഹാസങ്ങളുള്ളത്. അതെങ്ങനെ വന്നപ്പോൾ ആരോ ഒരാൾ ചുമ്മാ രാമായണം വായിച്ചു, രാമായണ മാസം നാക്കി കുറെ നാളായിട്ട്, അത് ഒരു 10-15 വർഷമായിട്ട് വന്ന ഒരു കാര്യമാണത്. രാമായണ മാസം വായിക്കുന്നത് തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാ മാസവും രാമായണം വായിക്കാം. അറ്റ്ലീസ്റ്റ് 30 ദിവസമെങ്കിലും വാങ്ങുന്നല്ലോ, വായിക്കുന്നതോ സന്തോഷപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതൊരു വ്രതം, നിഷ്ഠ, അതാണ് തപസ്. ഏതൊരു കാര്യവും ഇന്ന പേരിൽ ചെയ്തിരിക്കും. അത് വൃശ്ചികം 1-ാം തീയതി ആയിക്കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം 40 ദിവസം ചെയ്തിരിക്കും. ക്ഷോരവിളിക്ക് മായിട്ട് 40 ദിവസം വ്രതം. ഇതെല്ലാം ഒരു തപസ്സാണ്. ഈ തപസ്സെല്ലാം ചെയ്യുന്നത് ഈശ്വരനെ ആരാധിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തപസ്വന്മാരാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി എന്ന പദത്തിനർത്ഥം. താപസാരാധ്യായ നമഃ, തനുമധ്യായ നമഃ, മെലിഞ്ഞ അരക്കെട്ടോട് കൂടിയവൾ ദേവി. അത് തനുമധ്യ എന്ന് പറയാൻ കാര്യം ആ സൗന്ദര്യ ലക്ഷണശാസ്ത്രം അനുസരിച്ച് സ്ത്രീ രൂപത്തെ വർണ്ണിക്കുന്നതാണ്. തമോപഹായ നമഃ, തമസ്സനെ ഇല്ലാതാക്കുന്നവൾ. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, അജ്ഞാനം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനമില്ലാത്ത അവസ്ഥയ്ക്ക് അജ്ഞാനം. ശരിക്കും ഇരുട്ട് എന്നൊന്നും ഇല്ല, വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ടെന്ന് പേര്. ആലോചിച്ചു നോക്കൂ, വെളിച്ചമാണെങ്കിൽ എന്തുമാത്രം പാട്. കണക്ഷൻ എടുക്കണം, എല്ലാ സാമഗ്രികളെല്ലാം നമ്മൾ വെക്കുന്നു. ആ ഫീസ് കൂടിയാലോ പെട്ടെന്ന് ഇരുട്ടാണ്. എയർടൈറ്റായ മുറിക്കകത്ത് വെളിച്ചം വിട്ടിട്ട് സ്വിച്ച് അമർച്ചാൽ ഇരുട്ട് വരും, സ്വിച്ച് ഇട്ടാൽ ഇരുട്ട് പോകും. കാറ്റ് പോലും കിടക്കാൻ പറ്റാത്ത സ്ഥലത്ത് എങ്ങനെ ഇരുട്ടിന് വരാനോ പോകാനോ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇരുട്ടെന്നൊന്നും ഇല്ല. വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്ക് ഇരുട്ടെന്ന് പറയും. അതുപോലെ മൂദേവി എന്ന് പറഞ്ഞ് പലരും പറയും. അങ്ങനെ ഒരു ദേവി ഇല്ല, ഒരു പുരാണത്തിലും പറഞ്ഞിട്ട്. ഐശ്വര്യമില്ലാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുത്തേ ഉള്ളൂ. അല്ലാതെ ശ്രീദേവി മാത്രമേ ഉള്ളൂ. മൂദേവി എന്നൊരു ദേവി ലോകത്ത് ഒരിടത്തുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിഷ്ഠയ്ക്ക് പറ്റിയാണ് ഒക്കെ പിന്നാലെ വന്നത്. പുരാണ ഇതിഹാസങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇരുട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്ത അവസ്ഥ. അതുപോലെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്ത അവസ്ഥ, അജ്ഞാനം. ഇപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായ വസ്തു എന്ത് എന്നുള്ള ഉണർവ് ജ്ഞാനം. എന്താണ് സത്യമായ വസ്തു? ബ്രഹ്മം. ഞാൻ പറഞ്ഞ ഏത് ചോദ്യം ചോദിച്ചാലും വന്ന് നിൽക്കുന്നത് ആ പോയിന്റിലോട്ടാണ്. അത് വേറെ ഒന്നുമില്ല, അതൊന്നേ സത്യം. അതുകൊണ്ടാണ് ബ്രഹ്മൈവ സത്യം എന്ന് പറയാൻ കാര്യം. അങ്ങനെയുള്ള അജ്ഞാനത്തെ നീക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് ദേവി ആരാധന ചെയ്യുമ്പോൾ നാൾപ്പടെ നമ്മുടെ ഉള്ളിൽ അത് തോന്നാൻ വരും. അവസാനം അത് ശരിയാണെന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അങ്ങനെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ കൊടുക്കുന്നവൾ ദേവി. അതാണ് തമോപഹായ നമഃ, ചിത്യൈ നമഃ, ബോധസ്വരൂപിണിയാണ് ദേവിക്ക് നമസ്കാരം. അവിദ്യാസ്പർശമില്ലാത്ത ശുദ്ധബോധമാണ് ചിത്ത്. അവിദ്യാസ്പർശമില്ലാത്തതെന്ന് പറഞ്ഞാൽ വിദ്യ എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്നുള്ളത് വിദ്യ. അതുവഴി ബാക്കി എല്ലാം അവിദ്യ. വിദ്യ ഒന്നേ ഉള്ള ആത്മീയത്തിൽ. സത്യമായ വസ്തു ബ്രഹ്മം എന്നുള്ള വിവരം മാത്രമാണ് വിദ്യ, ബാക്കിയെല്ലാം അവിദ്യ. തത്പദ ലക്ഷ്യാർത്ഥായ നമഃ, തതെന്ന പദത്തിന്റെ ലക്ഷ്യാർത്ഥമായ ദേവിക്ക് നമസ്കാരം. തത് എന്ന് പറഞ്ഞാൽ അത് ഏതാ? അതാണ് ബ്രഹ്മം. തത് ത്വം അസി, തത്വമസി. ഇതാണ് ശബരിമല. ആരാണ് ചോദിക്കുന്നത് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്? എന്താണ് ബ്രഹ്മം? നീ തന്നെ ചോദിക്കുന്ന ആളോട് പറയുന്നു. അത് ത്വം നീ, അസി ആകുന്നു, തത്വമസി. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ് ജീവനെല്ലാം. അതുകൊണ്ട് ബ്രഹ്മം ഏതാണെന്ന് ചോദിച്ചാൽ നീ തന്നെയാണ് ബ്രഹ്മം.
അതാണ് ബ്രഹ്മൈവ സത്യം, അഹം ബ്രഹ്മാസ്മി, ഇതിലുള്ള വേദവാക്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. തത് എന്ന പദത്തിന് അർത്ഥസ്വരൂപിണിയായിരിക്കുന്നവൾ ദേവി. ചിതേകര സ്വരൂപിണിയെ നമഃ. ബോധത്തിന്റെ ഏകമാത്രമായ ദേവിക്ക് നമസ്കാരം. ബോധം സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദം. സ്വാത്മാനന്ദ ബ്രഹ്മാദ്യാനന്ദ സന്തതിയെ നമഃ. യാതൊരു ദേവിയുടെയും ആനന്ദത്തിന്റെ കണിക മാത്രമാണോ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെ ആനന്ദം, ആ ദേവിക്ക് നമസ്കാരം. അപ്പൊ ദേവിയുടെ ആനന്ദത്തിലെ ഒരു കണികയാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ എത്രയോ അംശത്തിൽ ഒന്നാണ് നമ്മുടെ ആനന്ദം. പറഞ്ഞാൽ എന്താ, എല്ലാത്തിനും ഉപരിയായിരിക്കുന്നത് ആ ബ്രഹ്മസ്വരൂപം. ഇത് ലളിതാ സഹസ്രനാമായതുകൊണ്ട് നമ്മൾ ദേവി എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു പേര് വേണമല്ലോ, ഒന്ന് പറയണമല്ലോ, അതുകൊണ്ട് ദേവി എന്ന് പറയുന്നു. ശരിക്കും ബ്രഹ്മം, അത് നിറമില്ല, മണമില്ല, രൂപമില്ല, അതുകൊണ്ട് നാമവുമില്ല. അതാണ് നാമരൂപവിവർജിതായ നമ്മൾ ഇന്നലെ കണ്ടു. നാമരൂപമില്ലാത്ത ദേവി നിന്നെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിനാണ് അർച്ചന കൊടുക്കുന്നത്. പരായേ നമഃ. പര എന്ന് പറഞ്ഞ ശബ്ദത്തിന് ബ്രഹ്മം തന്നെ അർത്ഥം, ശബ്ദബ്രഹ്മം തന്നെ പര. പ്രത്യക്ഷരീ രൂപായി നമഃ. ആന്തരബോധ സ്വരൂപിണിയായി ദേവി. പശ്യന്തേ നമഃ. വാക്സ്വരൂപിണിയായി ദേവി. പരദേവതായ നമഃ. പരദേവതയായ ദേവി. മധ്യമായ ദേവി. മധ്യമായ എന്ന വാക്രൂപിണിയായ ദേവി. വൈഖരി രൂപായ നമഃ. വൈഖരി എന്ന വാക്രൂപമായ ദേവി. ഈ നാലെണ്ണത്തിന് പ്രാധാന്യം എന്താണ് പറഞ്ഞാൽ, അമ്മയെന്ന് വിളിക്കുന്നു, വിളിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നു. ഈ ശബ്ദം എവിടെ നിന്നാ വരുന്നത്? പണ്ട് കാലത്ത് പറയില്ല, എന്തിനാണ് അടിവയറ്റിൽ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കില്ലേ. ശരിക്കും ശബ്ദം അടിവയറ്റിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ സുഷുമ്നാനാഡി, അതിൽ 7 ആധാരങ്ങൾ. മൂലാധാരത്തിന് താഴെ ആ കുണ്ടലി ശക്തി ഉണ്ടല്ലോ, അത് പര എന്ന ശബ്ദ രൂപത്തിൽ ഇരിക്കുന്നതാണ് ദേവി. അതാണ് പര എന്ന് പേര്. ആ ശക്തി വായു സമ്പർക്കം കൊണ്ട് നാഭി വരെ വരുമ്പോൾ അതിന് പശ്യന്തി എന്ന് പേര് വരും. ആ പശ്യന്തി എന്നുള്ള ശബ്ദരൂപം വായു സമ്പർക്കം കൊണ്ട് ഹൃദയം വരെ വരുമ്പോൾ അതിന് മധ്യമ എന്ന പേര്. ഈ മധ്യമ എന്ന ശബ്ദം ഖണ്ഡം വഴി വന്ന് അക്ഷരരൂപത്തിൽ വെളിയിൽ വരുമ്പോൾ അതിന് വൈഖരി എന്ന് പേര്. ഇത് ഋഗ്വേദത്തിലുള്ള കാര്യമാണ്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചത്വാരി വാക്പരിമിത പദാനി താൻ വിദുബ്രാഹ്മണായേ മനീഷിണഃ ത്രീണി പദാനി ദാനേ ഗയന്തി തുരീയം വാചോ മനുഷ്യാ വദന്തി. ഋഗ്വേദം. വേദം പഠിക്കാനുള്ള അർഹത എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പൊ ഈ ശബ്ദത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കും? അതിന് അഗസ്ത്യനും ഐഗുര്യനും കണ്ടുപിടിച്ച ഒരു വഴിയാണ് ഈ ലളിതാ സഹസ്രനാമത്തിൽ അതിനെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് വേദം പഠിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട. വേദത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഭാഷ്യം പഠിക്കണമെന്ന് മാത്രമേ. അമ്മയെന്ന് വിളിക്കുന്ന ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നാഭിയിൽ നിന്നും, അടിവയറ്റിൽ നാഭി, നാഭിയിൽ നിന്ന് ഹൃദയം, ഹൃദയത്തിന് കണ്ഠം വന്ന് അക്ഷര രൂപത്തിൽ വെളിയിൽ വരുന്നു. ഈ 3 മാറ്റങ്ങൾ നമ്മൾ അറിയുന്നില്ല. അക്ഷരമായിട്ട് വരുന്നത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അമ്മയെന്ന് ആ വിളി മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. വാസ്തവത്തിൽ 4 ഭാവമാറ്റങ്ങൾ, പര, പശ്യന്തി, മധ്യമ എന്ന് കഴിഞ്ഞ് വൈഖരി എന്ന 4ാമത്തെ രൂപം മാത്രമേ നമ്മൾ അറിയുന്നു. അതാണ് തുരീയം വാച മനുഷ്യ വരുന്നത്. ആ 4ാമത്തെ ഭാവമാണ് മനുഷ്യന്റെ വാക്കായി പുറത്തു വരുന്നതെന്ന് പറഞ്ഞു. പര എന്നുള്ള ശബ്ദവും ദേവി തന്നെ. അത് പശ്യന്തി എന്ന് വരുമ്പോഴും അതും ദേവി തന്നെ. മധ്യമ എന്ന രൂപം വരുമ്പോഴും അതും ദേവി തന്നെ. വാക്കായി പുറത്തു വരുന്നതും ദേവി തന്നെ. ഇതാണ് പരാപ്രത്യക്ഷി രൂപ പശ്യന്തി പരദേവത. നമ്മൾ പറയുന്ന ഓരോ നാമവും, സംസാരിക്കുന്ന ഓരോ വാക്കും, ഉണ്ടാക്കുന്ന ഓരോ ശബ്ദവും, ആന്ന് വിളിച്ചാലും ആ ശബ്ദവും ഈ 4 മാറ്റം കഴിഞ്ഞാൽ വരും. ഏത് ലാംഗ്വേജ് വിളിച്ചാലും, എന്ത് പറഞ്ഞാലും നമ്മൾ ശബ്ദിക്കുകയാണെങ്കിൽ ആ ശബ്ദമല്ല 4 ഭാവത്തോടു കൂടിയാണ് വരുന്നത് എന്നുള്ളതാണ് ലളിതാ സഹസ്രനാമം പറഞ്ഞിട്ടുള്ളത്. ഋഗ്വേദത്തിന്റെ അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുവിനെ ഇതിന്റെ അടുത്ത് നമുക്കറിയാൻ വേണ്ടി പറയുന്നു. പരാപ്രത്യക്ഷി രൂപ പശ്യന്തി പരദേവത. ഭക്തമാനസ ഹംസികായ നമഃ. ഭക്തന്മാരുടെ മാനസ സരസിലെ അരയന്നപ്പടയായിരിക്കുന്നവൾ ദേവി. ബ്രഹ്മാവ് മനസ്സുകൊണ്ട് കൈലാസത്തിന് സൃഷ്ടിച്ച ഒരു തടാകമാണ് മാനസ സരസ്. അരയന്നങ്ങൾ മാനസരത്തിൽ വിഹരിക്കുന്നത് പോലെ ദേവി ഭക്തിയുടെ ഹൃദയത്തിൽ വിഹരിക്കുന്നു. പറഞ്ഞാൽ
നമ്മുടെ മനസ്സ് മാനസ സരസ് പോലെ തെളിഞ്ഞതും പരിശുദ്ധമായി ഇരുന്നാൽ ആ പരിശുദ്ധമായി തെളിഞ്ഞ മാനസ സരസിൽ അംസത്തെ പോലെ വസിക്കും ദേവി എന്ന് പറഞ്ഞാൽ ദേവിയുടെ സാന്നിധ്യം നമുക്ക് അവിടെ ഉള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എപ്പോ ശുദ്ധ ഹൃദയമായിരിക്കണം. ശുദ്ധ ഹൃദയം ഈശ്വര വിചാരത്തോടെ ഇരിക്കുക. ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് മനസ്സിലുണ്ടാവുക. നേരത്തെ പറഞ്ഞ മാതിരി മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കും ഒരു ഉപദ്രവം ദേഷ്യമോ ദ്രോഹമോ ചെയ്യാതിരിക്കുക. അതാണ് മനസ്സ്. ഉപകാരം ചെയ്തില്ലെങ്കിൽ സാരമില്ല, ഉപകാരം ചെയ്യണം, ചെയ്തില്ലെങ്കിൽ സാരമില്ല. ഉപദ്രവം ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞ മാതിരി പ്രയാസപ്പെട്ട ഒരാൾ വന്നു അർച്ചന ചെയ്ത് അമ്പലത്തിലെ ഭഗവാനെ ഇന്നും ജാതകം കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ശരിയാവണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാൾക്ക് വെളിയിറങ്ങുമ്പോൾ എന്താ ഒന്നും ശരിയായില്ലേ, വയസ്സ് ഒരുപാട് ആയല്ലോ, 28. പണ്ടേ വിഷമിച്ച് 28 വയസ്സായി ആ കുട്ടിക്ക് ഒന്നും ആയില്ലല്ലോ എന്ന് വിഷമത്തോടെയാണ് അമ്മ അവിടെ വരുന്നത്. അമ്മയോ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ. അവരൊന്ന് ഈ അമ്പലത്തിൽ അർച്ചന ചെയ്തു, പ്രാർത്ഥിച്ചു, ശരി ഇന്നെങ്കിൽ നല്ലത് നടക്കട്ടെ എന്ന്. നടക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ വെളിയേറി വരുമ്പോഴാണ് ഇതാണ് ആദിഭൗതികം പറയുന്നത്. അതുവരെ മനസ്സിൽ പോലും ചിന്തിച്ചില്ല, നടക്കുമോ നടക്കില്ല, സംശയമേ ഇല്ല, നടക്കും എന്നുള്ള സന്തോഷത്തോടെ വെളി വരുമ്പോഴാണ് ഇവിടെ ഒരു ചോദ്യം, ഇതുവരൊന്നും ശരിയായില്ലേ എന്താ പറയണം. അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നീ റെഡിയാക്കി, എനിക്ക് 1 പൗണ്ട് തരാം, ഇവിടെ നല്ല കേസ് കൊണ്ടുപോകാം, 1 പൗണ്ട് തരാം എന്ന് പറഞ്ഞു നോക്കൂ. അടുത്ത ദിവസം നിങ്ങളെ കണ്ട അവരിങ്ങനെ പ്രശ്നം വെച്ച് പൊക്കളെ നമ്മളെടുത്ത് വരുന്നത് നിന്ന് കൊടുക്കുന്നതാണ് കുഴപ്പം. സമാധാനമായിട്ട് പറയണം, അതെ ഒന്നും ചെയ്തില്ല, നടന്നില്ല, നിങ്ങളൊരു കേസ് കൊണ്ടുപോകാം, 1 പൗണ്ട് നിനക്ക് തരാം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഉപദ്രവം. ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ്. നല്ലവണ്ണം അറിയാം അവർക്ക് വീട്ടിൽ 28 പയ്യനോ പെൺകുട്ടിയോ ഉണ്ട്, അവർക്ക് അവർക്ക് വേണ്ടിയാണ് വരുന്നിരിക്കട്ടെ, എല്ലാം വെളിയൊന്നും മിണ്ടാതെ വിശേഷമൊന്നുമില്ലോ, കുട്ടികളൊക്കെ സൗഖ്യമാണെങ്കിൽ എന്തിനായാലും ചോദിച്ചാൽ അവർ പറയുമല്ലോ. വീണ്ടും അത് എടുത്തെടുത്ത് ഓർമ്മിപ്പിച്ച് ഇങ്ങനെ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നമ്മൾ ആരെ ഉപദ്രവിക്കാതിരിക്കുന്ന മനസ്സാണ് ശുദ്ധമായ മനസ്സ്. അതാണ് മാനസ സരോവരം. അല്ലാതെ കൈലാസത്തിലുള്ളത് അതിന്റെ ഒരു പേരിലുള്ള ഒരു സ്ഥലം. ശരിക്കും മാനസ സരോവരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, തെളിഞ്ഞ മനസ്സ്, പരിശുദ്ധമായ മനസ്സെന്ന് അർത്ഥം. കാമേശ്വര പ്രാണനാട്യ നമഃ. പരമേശ്വരന്റെ പ്രാണനാടിയായ ദേവിക്ക് നമസ്കാരം. കൃതജ്ഞായ നമഃ. ജീവികളുടെ കർമ്മങ്ങളെല്ലാം അറിയുന്നവൾ. നേരത്തെ ഞാൻ പറഞ്ഞു, എന്ത് കാര്യം ചെയ്താലും 2 പേരറിയും. ഒന്ന് നമ്മുടെ മനസ്സാക്ഷി, ഇന്നൊന്ന് ഈശ്വരൻ. കാമപൂജിതായ നമഃ. ശ്രീവിദ്യോപാസകനായ കാമദേവനാൽ പൂജിക്കപ്പെട്ടവർ. കാരണം തനിക്ക് നഷ്ടപ്പെട്ട ആ ജീവിതം വീണ്ടും ദേവിയുടെ പ്രഭാവങ്ങളാണ് ലഭിച്ചത്. കരനേത്രാഗ്നി സംതപ്ത കാമസഞ്ജീന അമൃതീനമാണ് നമ്മൾ കണ്ടില്ലേ. അതുകൊണ്ട് ശൃംഗാരരസ സമ്പൂർണായ നമഃ. ശൃംഗാരരസം നിറഞ്ഞ ദേവിക്ക് നമസ്കാരം. ദേവിയുടെ വിവിധ രൂപങ്ങളിൽ ലളിതാദേവി ശൃംഗാര പ്രധാനമായിരിക്കും. നവരസവും ദേവിയുടെ കണ്ണുകളിലുണ്ടെന്ന് സൗന്ദര്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ശൃംഗാരം എപ്പോൾ വരും? പരമേശ്വരനെ കാണുമ്പോൾ ആ കണ്ണുകളിൽ ശൃംഗാരരസം വരും. സർപ്പങ്ങളെ കാണുമ്പോൾ ഭയം. ഇങ്ങനെ എല്ലാ രസങ്ങളും ഓരോന്നും ഓരോ സമയത്ത്. ഭക്തന്മാരെ കാണുമ്പോൾ കരുണ, ദയ, ഭക്തം. ആദ്യം ശൃംഗാര സമ്പൂർണമായി നമഃ. ജയായി നമഃ. ജയ എന്ന് പറഞ്ഞാൽ വിജയം. എല്ലാത്തിലും അങ്ങനെയാണ്. വിജയം എന്ന് പറഞ്ഞാൽ എല്ലാം 18 വിദ്യ. മഹാഭാരതം 18 പർവം, 18 ദിവസം മഹാഭാരത യുദ്ധം. അതുള്ള ഭഗവത്ഗീത 18 അധ്യായം. മഹാഭാരത യുദ്ധം നടത്തി അവസാനം ശേഷിക്കുന്നത് 18 പേർ. എല്ലാം 18 എന്ന് പറയും. 18. എന്താണ് ഈ 18 പടികൾ അല്ലേ? എന്താണ് 18? 18 പടികൾ, 18 വിദ്യ എന്നുള്ള രീതിയിൽ 4 വേദം, 4 ഉപവേദം, 6 അംഗം, 4 ഉപാംഗം, അങ്ങനെ 18 വിദ്യ പറയാം. അഷ്ടാദശ വിദ്യാപരണ എന്നുള്ള അർത്ഥത്തില്. ശരിക്കും 18 എന്ന് പറഞ്ഞാൽ കടമയാതെ സൂത്രം വന്നിട്ട് അതിനെ തിരിച്ചിടണം. 81 ഇടണം. 8ന് ജ എന്നും 1ന് യ. മലയാളത്തിൽ 1, 2 അക്ഷരങ്ങളുണ്ട്. അതേപോലെ കടവ്യാധി സൂത്രത്തിൽ ജ, യ, ജയ. ഇതാണ് 18. അതുകൊണ്ട് എല്ലാം 18 പോലെ കാര്യം. എല്ലാത്തിലും ജയം കൊടുക്കുന്നവൾ, വിജയസ്വരൂപിണിയായിരിക്കുന്നവൾ ദേവി. അതാണ് അവിടെ വിജയായ നമഃ. ജയായ നമഃ. ജാലന്ധസ്ഥിതായ നമഃ. ജാലന്ധത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവം ദേവി. ജാലന്ധര ക്ഷേത്രത്തിൽ ദേവിക്ക് വിഷ്ണുമുഖി എന്ന പേരുണ്ട്. ഓഡ്യാനപ്പെട്ട നിലയായ നമഃ. ഓഡ്യാനപ്പെട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി.
ഇതെല്ലാം ആ ശ്രീചക്ര ആരാധനയിൽ വരുന്ന ആ ദേവതാ സ്വരൂപങ്ങളാണ്. ബിന്ദുമണ്ഡല വാസിന്യേ നമഃ. ഒരു ബിന്ദു വെക്കും പത്മമിടുമ്പോൾ, ആ ബിന്ദുവിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിലും ആ ബിന്ദുവാണ് വരാന്ന് പറഞ്ഞ ശക്തി. അതാണ് ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നത് എന്നർത്ഥം. ശ്രീചക്രത്തിൽ സർവചന്ദ്രമാണ്. മനുഷ്യ ശരീരത്തിൽ ബ്രഹ്മരന്ധ്രത്തെ കുറിക്കുന്നു. രഘോയാഗ ക്രമാരാധ്യനമ. രഹസ്യമായ യാഗക്രമം കൊണ്ട് ആരാധിക്കപ്പെട്ടവൾ ദേവി. രഹസ്യമായ യാഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് നമ്മുടെ ഉള്ളിൽ വരണം. മനസ്സിൽ നമുക്ക് ധ്യാനിക്കാനേ സാധിക്കുള്ളൂ, പുറത്തെടുത്ത് കാണിക്കാൻ പറ്റില്ല. ഇതാണ് ബ്രഹ്മം, എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് രഹസ്യം. ആരാണോ ആ ധ്യാനം ചെയ്യുന്നത് അവന്റെ ഉള്ളിൽ മാത്രമേ ആ അനുഭവം കിട്ടുകയുള്ളൂ. രഹസ്യപ്രദർപ്പിതായ നമഃ. രഹസ്യാർപ്പണത്തിൽ സന്തോഷിക്കുന്ന ദേവീനം. നമ്മുടെ ഉള്ളിലൂടെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബോധാഗ്നിയിൽ എല്ലാ ആഗ്രഹങ്ങളും കാമങ്ങളും നമ്മൾ ഇല്ലാതാക്കണം. അതാണ് തർപ്പണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരത്തോടെ നമ്മൾ കഴിയുകയാണെങ്കിൽ ഒരു പരിധി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കുറഞ്ഞു വരും. ഒരു പരിധിയാകുമ്പോൾ നമുക്കറിയാം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ നമ്മളെല്ലാം അതിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ ആ ബോധമാകുന്ന അഗ്നിയിൽ എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നതാണ് രഹസ്തർപ്പണം. സദ്യപ്രസാദീനമ. വേഗത്തിൽ പ്രസാദിക്കുന്നവളാണ് ദേവി. സൗന്ദര്യമുണ്ട് ഭവാനി ത്വം ദാസേ മൈവിതര ദൃഷ്ടിം സകരുണ വിസ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതിയഃ തദൈവ ത്വം തസ്മൈ ദിശതി നിജ സായുജ്യ പദവി മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുടനീരാജിത പദാം. മനസ്സിൽ തീരുമാനിച്ചു അമ്മയോട് വേഗം പ്രാർത്ഥിക്കണം. അമ്മേ, നിങ്ങളുടെ ദാസനാണ് ഞാൻ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണം. ഇന്ന് പോയി ഇന്ന് ചോദിക്കണം. തീരുമാനിച്ചു എന്ന് വിചാരിച്ച് മുമ്പിൽ വന്ന് അമ്മേ നിന്നുടെ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഭവാനി ത്വം ഇതി. ഭവാനി ത്വം എന്ന് പറഞ്ഞേ ഉള്ളൂ. അനുഗ്രഹം നടന്നു കഴിഞ്ഞു. കരുണാമയ ദേവി എന്നെ രക്ഷിക്കണമെന്നൊന്നും പറയാനുള്ള സമയം കൊടുത്തില്ല. എങ്ങനെ കൊടുത്തു? മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദം. സമസ്ത ദേവന്മാരും ഏത് പാദത്തിലാണോ നമസ്കരിക്കുന്നത് ആ പാദത്തെ ശിരസിൽ വെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നവൾ ദേവി. 22ാമത്തെ ശ്ലോകം സൗന്ദര്യലഹരി. വളരെ പ്രാധാന്യമായി സർവകാര്യസ്ഥിതി ഒറ്റമൂലി എന്ന് പറയും. സൗന്ദര്യലഹരി എല്ലാമേ ഓരോ ശ്ലോകം ഓരോ കാര്യത്തിനുള്ളതാണ്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ എല്ലാ കാര്യത്തിനും ഓരോ ശ്ലോകങ്ങളുണ്ട്. കല്യാണമായില്ലെങ്കിൽ അതിന് ശ്ലോകം, പുരുഷൻ ജപിക്കുന്ന ശ്ലോകം, സ്ത്രീ ജപിക്കേണ്ട ശ്ലോകം, കല്യാണത്തിന് കുട്ടി ഉണ്ടെങ്കിൽ അതിന് ശ്ലോകമുണ്ട്, കുട്ടി നന്നായി പഠിക്കണമെങ്കിൽ അതിന് ശ്ലോകമുണ്ട്, പറഞ്ഞാൽ അനുസരിക്കണമെങ്കിൽ അതിന് ശ്ലോകമുണ്ട്, ഉദ്യോഗം കിട്ടാൻ ശ്ലോകമുണ്ട്, ഉദ്യോഗം കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ ശ്ലോകമുണ്ട്, ഭാര്യ ഭർത്താവിന് പ്രശ്നമുണ്ടെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവിൻ്റെയും ആ വീണ്ടും അവർ തമ്മിൽ സംഗമിക്കാനുള്ള ശ്ലോകമുണ്ട്, ഭർത്താവ് ജീവിക്കേണ്ടതുണ്ട്, ഭാര്യ ജീവിക്കുന്ന ശ്ലോകമുണ്ട്. ഇതാണ് 100 ശ്ലോകത്തിലുള്ള സൗന്ദര്യം. ഓരോന്നുമുണ്ട്. പക്ഷേ ഈ ഭവാനി ത്വം ശ്ലോകം സർവകാര്യ സിദ്ധി. ഏതൊരു കാര്യം മനസ്സിൽ ധരിച്ച് അത് സാധിക്കണമെങ്കിൽ ഈ മന്ത്രം ചൊല്ലിയാൽ മതി പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ശ്രീചക്രം ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ? ക്ഷിപ്രപ്രസാദിനിയാണ് ദേവി എന്നുള്ളതാണ് ആ ശ്ലോകത്തിന്റെ സന്ദേശമായിട്ട് നമുക്ക് കിട്ടുന്നത്. അമ്മേ നിന്നുടെ എന്ന് പറയും മുമ്പേ അനുഗ്രഹിക്കും. ക്ഷിപ്രപ്രസാദിനിയാണ് അമ്മ. അതുകൊണ്ടാണ് ഇവിടെ സത്യപ്രസാദിനി നമഃ, വിശ്വസാക്ഷിണി നമഃ, പ്രപഞ്ച സാക്ഷിണിയായി ദേവിക്ക് നമസ്കാരം. ദേവി ആത്മരൂപത്തിൽ സാക്ഷിയായി നമ്മുടെ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലിരുന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിനും സാക്ഷിയാണ്. അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ മറികടന്നോ നമ്മുടെ മനസ്സാക്ഷിയെ മറികടന്നോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ വളരെ സാധ്യമായിട്ട് ആരും അറിയാതെ മെസ്സേജ് അയക്കുന്നു എന്ന് വിചാരിക്കും. മെസ്സേജ് കിട്ടിയവൻ വായിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്താലും രണ്ടുപേരും അറിയും. അയച്ച നമുക്കും അറിയും, ഉള്ളിലുള്ള ദേവിക്കും അറിയില്ല. എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്നവർ. പക്ഷേ വിശ്വസാക്ഷിണീ നമഃ, പ്രപഞ്ചത്തിൽ സാക്ഷിയായിരിക്കുന്നവൾ ദേവി. സാക്ഷി വക്തിദായ നമഃ. ദേവിക്ക് എന്ന് പറഞ്ഞൊരു സാക്ഷിയില്ല. ദേവി ഉണ്ട്, ഞാനാണ് സാക്ഷി എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം എന്താ? സാക്ഷിയെ വെച്ചാണല്ലോ തീരുമാനം വരുന്നത്. കോടതിയിൽ അതാണല്ലോ. അടിച്ചോ അടിച്ചില്ലയോ എന്നുള്ളതൊന്നും അവിടെ പ്രശ്നമില്ല. അടിച്ചു എന്ന് തെളിയിച്ചാൽ അടിക്കാത്തതിന് അടിച്ചു എന്ന് വിധി എഴുതി, അടിച്ചെങ്കിൽ അടിച്ചില്ല എന്ന് പറഞ്ഞത് പ്രൂവ് ചെയ്താൽ അതിന് വിധി എഴുതി. ഇവിടെ സെഷൻ കോർട്ടിൽ വിധിയായി അടിച്ചു,
ഇവിടെ തന്നെ ഹൈക്കോടതി കൊണ്ട് കൊടുത്തു, അവിടെ അടിച്ചില്ല എന്ന് എഴുതിയാവും. ഇവിടെ സുപ്രീം കോടതി കൊണ്ട് കൊടുത്തു, അവൻ അടിച്ചു എന്ന് പറയും. ഏത് ഒന്നല്ലേ വാസ്തവമുള്ളൂ. ഒന്നേ അടിച്ചിരിക്കും, അല്ലെങ്കിൽ അടിച്ചിട്ടില്ല. പക്ഷെ ഒരു കോടതി അടിച്ചു എന്ന് പറഞ്ഞു, ഒരു കോടതി അടിച്ചില്ല എന്ന് പറഞ്ഞു, വേറൊരു കോടതി അടിച്ചു എന്ന് പറയുന്നു. ഇതിന്റെ ഏത് ബേസിസിലാണ്? സാക്ഷിയുടെ ബേസിസിലാണ്. അപ്പൊ സാക്ഷിക്കാണ് അവിടെ പ്രാധാന്യം. അപ്പൊ ദൈവത്തിനൊരു സാക്ഷി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനേക്കാളും വലുത് എന്നൊന്നായിപ്പോകും. അതുകൊണ്ട് സാക്ഷി വർദ്ധിതായി നമഃ എന്ന പദം. ഷഡംഗ ദേവതായുക്തായ നമഃ. 6 അംഗങ്ങളുടെ ദേവതയ്ക്ക് നമസ്കാരം. ഹൃദയം, ശിരസ്, ശിഖ, നേത്രം, കവചം, അസ്ത്രം. ഇതാണ് ന്യാസത്തിൽ. ഹൃദയായ നമഃ, ശിരസേ സ്വാഹ, ശിഖായ വിടട്, നേത്രതയാ വിടട്, അസ്ത്രായ വിടട്, കവചായ എന്നൊക്കെ പറഞ്ഞ് ധ്യാനം ചെയ്യുന്നുണ്ട്. നമ്മൾ വിഷ്ണുസഹസ്രം ജപിച്ചുകൊണ്ട് പോകുന്നു. പൂജ ചെയ്യുന്നവർ ഈ ന്യാസം ചെയ്ത് തന്നെ ചെയ്യും. ഇതാണ് 6 അംഗങ്ങൾ. സർവജ്ഞത്വം, തൃപ്തി, ജ്ഞാനം, സ്വാതന്ത്ര്യം, പൂർണ്ണശക്തി, അനന്തത്വം. ഈ 6 അംഗങ്ങളോട് കൂടിയതും ഈശ്വരൻ അർത്ഥം. സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നു. തൃപ്തി എന്ന് പറഞ്ഞാൽ സന്തോഷം, അറിയുന്നുണ്ട്. അതാണ് ഏറ്റവും. തമിഴ് പറയും പോതും എன்ற മനമേ പൊൻ ചെയ്യും വരുന്നത്. ഒരു മനുഷ്യൻ സന്തോഷിക്കണമെങ്കിൽ ആദ്യം അവന് തോന്നുന്നത് മതി ഉള്ളത് കൊണ്ട്. നമ്മുടെ കയ്യിൽ എന്താണ്? എങ്കിലും മാരുതി ആൾട്ടോ 800 ഉള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ കാർ ഏതാണെന്ന് ചോദിച്ചാൽ മാരുതി 800 പറയാം. BMW കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിക്കുമ്പോഴാണ് അവിടെ ഡിസ്പ്രഷൻ വരുന്നത്, അതൃപ്തി വരുന്നത്. ഇന്ത്യയിൽ എന്തുണ്ടോ അത് തന്നെ വരുന്നത്. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ തൃപ്തി, അതാണ് ഏറ്റവും വലുത്. പിന്നെ നമുക്ക് ജീവിതത്തിൽ അസൂയയും വരില്ല, അത്യാസക്തിയും വരില്ല, ദേഷ്യവും വരില്ല, ഒന്നും ഉണ്ടാവില്ല. തൃപ്തി, അതാണ് ഈശ്വര സ്വരൂപം. സർവജ്ഞ തൃപ്തി, ജ്ഞാനം, സത്യമായ വസ്തു എന്തെന്നുള്ള ഉണർവുകൾ, സ്വാതന്ത്ര്യം, ഫ്രീയാണ്. നമ്മളൊക്കെ അനുഗ്രഹിച്ചു. ദേവിക്ക് പോയി പരമേശ്വരൻ പോയി ഇവർ വന്നിരിക്കുന്നു എന്ന് കൈലാസം അർച്ചന ചെയ്തു. അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ? പരമേശ്വരൻ വരെ പാർവതി വരെ ഇല്ല. ഒരു ശക്തിക്കും അധീനമല്ല ഈശ്വര ശക്തി. എല്ലാത്തിനും അധീനമാണ്. അധീനമല്ല, അതീതമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം, പൂർണ്ണശക്തി, എല്ലാം നേടിക്കൊടുക്കാനുള്ള കഴിവ്, അനന്തത്വം, ആദ്യവുമില്ല അന്തവുമില്ല. ഇതിന് 6 അംഗം. ഇങ്ങനെല്ലാം വ്യാഖ്യാനം കൊടുക്കാം ആ പദത്തിന്. അതുകൊണ്ട് ഷഡംഗ ദേവതായുക്തായ നമഃ, ഷാഡ്ഗുണ്യ പരിപൂരിതായ നമഃ. 6 ഗുണങ്ങളും നിറഞ്ഞ ദേവിക്ക് നമസ്കാരം. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. എപ്പോഴത് മനസ്സിലായിക്കൊള്ളാൻ കിട്ടില്ല. ദേവി എന്ന് പറഞ്ഞാൽ ദേവൻ എല്ലാത്തിനും ചേർന്നത്. ഗണപതി തുടങ്ങി മഹാവിഷ്ണുവർ എന്തെന്ത് ദൈവങ്ങളുണ്ടോ, ഏതൊക്കെ ക്ഷേത്രത്തിൽ ഏതൊക്കെ പേരിൽ ദേവികളുണ്ടോ, ദേവനുണ്ടോ, എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇവിടെ ലളിതാസ്വസ്ഥമായതുകൊണ്ട് ദേവി എന്ന് പറയുന്നു. 6 ഗുണങ്ങൾ എന്താണ്? സമ്പത്ത്, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇവിടെ വൈരാഗ്യമാണ്. ഇന്നലെ ഞാൻ വൈരാഗ്യത്തിന്റെ അർത്ഥം പറഞ്ഞു. ജ്ഞാന വൈരാഗ്യമാണ് ഉദ്ദേശിക്കുന്നത്. സമ്പത്ത്, ധനം. സമ്പത്ത്, ധനം എന്ന് നമുക്ക് വാക്യാർത്ഥം. ശരിക്കും സമ്പത്ത്, ധനം എന്ന് പറഞ്ഞാൽ എന്താണ് ധനം? വിദ്യാധനം. ധനങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ശ്രേഷ്ഠമായത് വിദ്യ. കാരണം കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും മേലും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ആർക്കും ഓട്ടിക്കാൻ പറ്റില്ല. എത്ര കൊടുത്താലും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് വിദ്യ. അല്ലേ? കൊടുക്കുന്നതോറും വേറിടും. നമ്മൾ കത്തി ചാണകം വെക്കുന്ന പോലെ തന്നെയാണ്. എത്രത്തോളം നമ്മൾ പറയുന്നു അത്രത്തോളം ആ ഉറപ്പ് നമ്മുടെ മനസ്സിൽ വരും. അത് നമുക്കാണ് നന്മ ചെയ്യുന്നത്. പറയുന്നത് പഠിപ്പിക്കുന്ന ആൾക്കാണ് നടത്തുന്നത്. പക്ഷെ അത് അറിഞ്ഞ് പഠിപ്പിക്കണം. നമ്മുടെ മലയാളത്തിൽ ഒരു പദ്യം നിങ്ങൾ കേട്ട് കാണും. പുറംകണ്ണ തുറപ്പിപ്പു പുലർവേളയിൽ അംശമാൻ, അകക്കണ്ണ തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഇതൊക്കെ പണ്ടൊക്കെ പാഠപുസ്തകങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകളാണ് ഉള്ളത്. ഇപ്പോഴത്തെ പാഠപുസ്തകം നോക്കിയാൽ പാട്ട് ഏതാ, ഗദ്യം ഏതാ, പദ്യം ഏതാ നമുക്ക് അറിയില്ല. ആ ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ വിദ്യാഭ്യാസം. നോക്കൂ എത്ര അർത്ഥമുള്ള വാക്കെന്ന് അറിയാമോ? സാധാരണ പറയുന്നത് പുറംകണ്ണ തുറപ്പിപ്പു പുലർവേളയിൽ അംശമാൻ. നമ്മുടെ ഈ ഈ ചക്ഷു മാംസക്കാണ് തുറപ്പിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഉണരുന്നത്. അകക്കണ്ണ് തുറപ്പിക്കണമെങ്കിൽ ആശാൻ ബാല്യത്വത്തിന് കൊച്ചിലെ പഠിക്കണം എന്നൊരു അർത്ഥം പറയും. അല്ലാതൊരു അർത്ഥം അതിനുണ്ട്. എന്താണ്? പുറംകണ്ണ് തുറപ്പിപ്പ് പുലർവേളയിൽ അംശമാൻ. ഓക്കെ. അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിൽ എത്തണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആശാൻ പഠിക്കുന്ന കുട്ടിയുടെ ആ ലെവലിൽ താഴ്ന്നു വരണം. അങ്ങനെയല്ലേ കുട്ടിയെ പഠിപ്പിക്കും? ആപ്പിൾ, ആപ്പിൾ എന്ന് പറഞ്ഞാൽ പോലെ ആപ്പിൾ. അപ്പൊ ആ കുട്ടി അതുപോലെ പറയും.
അതുപോലെ കൂട്ടിനകത്തൊരു തത്തമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കുട്ടികൾ അതുപോലെ കാണിക്കും. ആ കുട്ടി ആ ടീച്ചർ അതുപോലെ മാറും. പൂച്ചയുടെ ശബ്ദം കേട്ടാൽ പേടിച്ചു വിളിക്കും. തത്തമ്മ ഇങ്ങനെ കാണിക്കും. LKG പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ ടീച്ചർ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇതാണ് ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറയാൻ. ആ കുട്ടിയുടെ ലെവലിൽ താഴ്ന്നു വരണം എന്നർത്ഥം. കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഉടനെ ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അത് ഗ്രഹിക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ഡയലൂട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും പറ്റിയ പുസ്തകമാണ് ഞാൻ ഫോളോ ചെയ്യുന്ന രാമകൃഷ്ണ മഠം പൂർണ്ണാട്ടുകര തൃശ്ശൂരിന്റെ ബുക്ക് ലളിതാ സഹസ്രനാമം. എപ്പോഴെങ്കിലും തൃശ്ശൂരിൽ പോകണമെങ്കിൽ എല്ലാം കടയിലും കിട്ടും. നിങ്ങൾ വായിച്ചാൽ ഇതെല്ലാം അതിനകത്ത് ഉണ്ടാവും. ഞാൻ പറയുന്ന എല്ലാ പുസ്തകത്തിലും ഇല്ല. ഞാൻ വേദത്തിൽ നിന്നും മറ്റേ എൻ്റെ ഗുരുനാഥിൽ നിന്നും പിന്നെ പല ഗ്രന്ഥങ്ങൾ ദേവി ഭാഗവതം, ശിവാനന്ദലഹരി, ഇതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എടുത്താണ് പറയുന്നത്. എന്നാലും ഈ ലളിതാ സഹസ്രനാമം അത്യാവശ്യമുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഇത് മുട്ടി. ഇതേപോലെ കണ്ടിയൊരു മഹാദേവ ശാസ്ത്രിയുണ്ട്. അത് ഭയങ്കര കട്ടിയാണ്, നമ്മളെ കൊണ്ട് ജയിക്കില്ല. അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയ സ്റ്റഡിയാണ്. നല്ല ബുക്കാണ്. എന്തിനു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ച് വായിക്കുന്നവർക്ക് ലളിതാ സഹസ്രം താല്പര്യം കിട്ടണം എന്നുള്ള രീതിയിൽ ഇത് വായിക്കുന്നവരുടെ ആ സ്റ്റാൻഡേർഡിൽ താഴെ ഇറങ്ങി വന്നാണ് ഇത് രചിച്ചിരിക്കുന്നത്. അതാണ് ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറയാൻ കാര്യം. അതുകൊണ്ട് ഞാൻ വൈരാഗ്യം അറിയാം നമുക്ക്. ജ്ഞാന വൈരാഗ്യം എന്ത് വന്നാലും മോക്ഷം അടഞ്ഞ് തീരൂ. വൈരാഗ്യം അല്ലെ? ചൊവ്വാഴ്ചയാണെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കും. വൈരാഗ്യം അതൊരു വൈരാഗ്യം തന്നെയാണ്. വൈരാഗ്യം നല്ലത്. അത് നിഷ്ഠയല്ലേ, അത് വ്രതം തപസ് തന്നെയാണത്. എപ്പോഴാണ് വൈരാഗ്യം മോശമാവുന്നത്? ഒരാളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ആഘാതത്തിനെയോ മറ്റുള്ള പ്രയാസമോ വന്നാൽ ആ വൈരാഗ്യം പാടില്ല. ഇതൊക്കെ നല്ല വൈരാഗ്യം. ഇതാണ് ജ്ഞാന വൈരാഗ്യം എന്ന് പറയുന്നത്. സത്യമായ വസ്തു മനസ്സിലാക്കാൻ വേണ്ടി, ആ നന്മയ്ക്ക് വേണ്ടി, മനസ്സിന് നല്ല വഴി ചിന്തിക്കാൻ വേണ്ടിയുള്ള ആ നിഷ്ഠ, അതാണ് വൈരാഗ്യം. ഈ 6 ഗുണങ്ങളും തിരിഞ്ഞവളാണ് ദേവി എന്ന് പറഞ്ഞാൽ ദേവിയെ തൊഴുന്ന നമുക്കും ഈ 6 ഗുണങ്ങൾ ഉണ്ടാവും. സംശയമേ വേണ്ട. ആത്മാർത്ഥമായി ഭക്തി കാണിച്ചാൽ ഇത് കണ്ടീഷനുണ്ട്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ പോകണം, ക്ഷമയോടുകൂടി നിൽക്കണം. ഇന്നലെ പറഞ്ഞ മാതിരി 12 വെള്ളിയാഴ്ച പൂജ അപ്സരയായിട്ട് ശനിയാഴ്ച രാവിലെ കല്യാണം സെറ്റിലായില്ലെന്ന് പറഞ്ഞാൽ ഈ പ്രയോജനമില്ല. ആ ചിന്ത വിചാരിക്കരുത്. ക്ഷമയോടെ ക്ഷമാശീലനായിരിക്കണം. തീർച്ചയായിട്ടും നടക്കും. പൂർണ്ണ വിശ്വാസം വേണം നടത്താം. നിത്യക്ലിനായ എപ്പോഴും കരുണാമായിരിക്കുന്നത് ദേവി. എന്നും കരുണാമയാണ്. എപ്പോ നോക്കിയാലും സന്തോഷത്തോടുകൂടി നമുക്ക് അനുഗ്രഹിക്കാൻ തയ്യാറായവളാണ് ദേവി നടത്തം. നീ രൂപമായ നമഃ ഉപമിക്കാൻ പറ്റാത്തത് ഈശ്വരൻ. അതുല്യം ക്രിസ്തുലായ നമഃ നേരത്തെ കണ്ടില്ലേ? അതേ അർത്ഥം തന്നെ. നിർവാണ സുഖദായിനിയേ നമഃ. നിർവാണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ അർത്ഥമായിട്ട് നമുക്ക് എടുക്കും. ഈ നിർവാണ സുഖത്തെ തരുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിർവാണം എന്ന വാക്കിന് ഒന്നുമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ ആത്മീയം വരുന്നുണ്ട്. ജൈനമത സിദ്ധാന്തത്തിൽ നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നർത്ഥം. അവരുടെ സ്വാമിയുടെ പേര് പറഞ്ഞിട്ട് നിർവാണം അടഞ്ഞു എന്നേ പറയുള്ളൂ, മോക്ഷം അടഞ്ഞു എന്ന് പറയുന്നു. എന്തുകൊണ്ട് മോക്ഷത്തിന് നിർവാണം എന്ന് വന്നു? അതാണ് നമുക്ക് പറയാൻ പറ്റും. നിർവാണം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥ. എവിടെയാണ് ഒന്നുമില്ലാത്ത അവസ്ഥ വരുന്നത്? മൂലം സ്വാധിഷ്ഠാനം മണിപൂരം അനാഗതം വിശുദ്ധി വരെ കഴിഞ്ഞ് ആജ്ഞായ ചക്രത്തിൽ എത്തിയപ്പോൾ അവിടെ എല്ലാ വാസനകളും തീരുന്നു എന്നാണ് നമ്മൾ മെനിഞ്ഞാന്ന് കണ്ടത്. എല്ലാ ആഗ്രഹങ്ങളും വാസനകളും. അതാണ് മഹാഭാരത യുദ്ധം. അതാണ് കാശി, വാരണാസി, കുരുക്ഷേത്രം. എല്ലാ ആഗ്രഹങ്ങളും അവിടെ തീർന്നു. പിന്നെ അവിടെ ഒന്നുമില്ല. ആഗ്രഹങ്ങളൊന്നും വിക്ഷമില്ല. ഒന്നുമില്ലാത്ത അവസ്ഥ. ആ സമയത്ത് ആ ജീവൻ സഹസ്രാരത്തിരിക്കുന്ന ആ ശിവ ബൈന്ദവ കലയായ പരമേശ്വരൻ പാർവതി ചേർന്നിരിക്കുന്ന ബൈന്ദവ കലയായ ആ സഹസ്രാര ഘട്ടത്തിൽ 26 വരുമ്പത്തോടെ ഇത് ലയിക്കും. അത് മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നുമില്ലാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് കിട്ടുന്നത് മോക്ഷം. ഈ മോക്ഷത്തെ കൊടുക്കുന്നവൾ ദേവി. അതാണ് നിർവാണ സുഖദായിനി നമഃ എന്നർത്ഥം. അല്ലാതെ നിർവാണം എന്ന വാക്കിനുള്ള അർത്ഥമായിട്ട് അതിനെടുത്താൽ ആ അർത്ഥം അവിടെ ചേരില്ല. നിങ്ങൾക്കിത് ഈ കൈലാസ പർവ്വതത്തിൽ എങ്ങനെ പാർവതിയും പരമേശ്വരൻ ഇരിക്കുന്നു എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് കണ്ട് അനുഭവിക്കാം. ചെങ്കൽ ശിവക്ഷേത്രം പോയിട്ടുണ്ടോ? പോകാത്തവരെ പോകണം കേട്ടോ, പോണം. 111 അടി എങ്ങനെ കയറും നിങ്ങൾ അറിയത്തേ ഇല്ല കയറുന്നത്. അതുമല്ല, ഞാൻ ഈ പറഞ്ഞ 7 ആധാരവും അവിടെ ഉണ്ട്.
111 വരാൻ തന്നെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, അതാണ് 3. അതാണ് 111 അടി ശിവലിംഗം. ആ ക്ഷേത്രം നേരത്തെ പറഞ്ഞ മാതിരി ചെറിയൊരു ഇവിടുത്തെ പറഞ്ഞില്ലേ ഇതിന് അഴിക്കൂട്ടിനുള്ളിൽ ഇരുന്ന ദേവിയാണ്. അതുപോലെ ഇരുന്നപ്പോഴേ അവിടെ മഹാരുദ്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഇന്ന് ലോക പ്രശസ്തിയായ ക്ഷേത്രമാണ്. ഇപ്പൊ അവിടെ വൈകുണ്ഠവും വെച്ചിട്ടുണ്ട്. ആ 7 ഓരോ ആധാരമായിട്ട് കാണിക്കും. അത് നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെ എത്ര എതിരുണ്ട്, എന്തെല്ലാമാണ്. ഈ ആധാരം ശരിക്കും ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ എന്തെല്ലാം അസുഖം വരും. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വരും. സഹസ്രാരത്ത് പോയ കണ്ടില്ലേ, മാർബിളില് ശിവനും പാർവതിയും മുഴുവൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ മഞ്ഞ് മലയ്ക്ക് നടുവിൽ കൈലാസ പർവ്വതത്തിരിക്കുന്നതായി കംപ്ലീറ്റ് AC വെച്ചിട്ടുണ്ട്. അവിടെ മാത്രം AC ഉള്ളൂ, ബാക്കി ഒരു റൂമിൽ AC ഉണ്ടാകും. നല്ലവണ്ണം കാണാം. അതിനുവേണ്ടി നമ്മുടെ ഹനുമാന്റെ കൂടി വന്നു കഴിഞ്ഞാൽ വൈകുണ്ഠം പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. 200 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അത് കൊടുക്കണം. 200 2000 കൊടുത്താലും സാരമില്ല. അത്രയും അഷ്ടലക്ഷ്മിയുടെ ഒരു വിഗ്രഹം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നാണ് മാർബിളിൽ. എങ്ങനെ ചെയ്തിരിക്കുന്നത് അറിയാം. ഈ ലളിതാ സഹസ്രനാമം അത് വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോന്നായിട്ട് നോക്കും. നെറ്റി, പുരുവം, മൂക്ക്, ചുണ്ട്, താട, ശരീരം ഇങ്ങനെ നോക്കിയാൽ ഇതെല്ലാം അവിടെ തദ്രൂപമായിട്ട് കാണാൻ സാധിക്കും. 8 ഒരുപോലെ ഇരിക്കും. അഷ്ടലക്ഷ്മി ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ അനന്തശേരത്തിന് പത്മനാഭൻ ഇരിക്കുന്ന ഒരവസ്ഥ കാണേണ്ട ഒന്നാണ്. എന്തിനു പറഞ്ഞു പറഞ്ഞാൽ ആ നിർമ്മാണ പറഞ്ഞപ്പോഴേ എനിക്ക് ആ ഓർമ്മ വന്നത്. ആ മോക്ഷപ്രാപ്തി കൊടുക്കുന്നത് സഹസ്രാര പത്മത്തിലാണ്. അതേപോലെ മുകളിൽ നോക്കിയാൽ 1000 വിധങ്ങളുടെ താമരയാണ് വരച്ചിരിക്കുന്നത്. ഇതെല്ലാം അവർ നോക്കിത്തരും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അവിടെ പോകുമ്പോൾ ശ്രദ്ധിച്ചോണം. ഏറ്റവും 5ാമത്തെ ആധാരം വരെ നോക്കിക്കഴിഞ്ഞാൽ നടുവിലൊരു സുഷിര ഇട്ടിട്ടുണ്ട്. അതുവഴി നോക്കിയാൽ ഫസ്റ്റിൽ കാണുന്ന 3 രൂപം, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്റെ രൂപമുണ്ടല്ലോ, അത് അവിടെ നിന്ന് കാണും. അതിപ്പോ അവർ പറഞ്ഞു കൊടുക്കുന്നില്ല. എല്ലാവരും കുടികളിൽ നോക്കുമ്പോൾ 50-60 ഓരോരുത്തരുടെ നോക്കി വരുമ്പോൾ അവർക്ക് സമയം പോകണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. തുടങ്ങിയ കുടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പോവുകയാണെങ്കിൽ ഇവരെല്ലാം പോയ ശേഷം നിങ്ങൾ മാത്രം അവിടെ നിൽക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് താഴെ ഇങ്ങനെ നോക്കിയാൽ ആ 3 കാണും. 111 അടിയുടെ മുകളിൽ നോക്കിയാൽ ആ സുഷിരത്തിലൂടെ താഴെയുള്ള 3 പ്രതിഷ്ഠ കാണും. അപ്പൊ എന്തൊരു കണക്കാണ് അവർക്ക് ചെയ്തിരിക്കുന്നത് നോക്കും. അത്ര കണ്ട ഭംഗിയായ ഒരു ക്ഷേത്രമാണ് ശിവപാർവതി ക്ഷേത്രം. നിർമ്മാണസുഖദായിനിമ നിത്യാഷോഡശികാരൂപായ നമഃ. 14 നിത്യാദേവതകളുടെ രൂപത്തിലുള്ള ദൈവം നമസ്കാരം. പ്രഥമ മുതൽ പൗർണമി വരെയുള്ള ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതയുണ്ട്. 16 ദേവതകൾ. ശ്രീകണ്ഠാർത്ഥ ശരീരഹീനമ പരമേശ്വരന്റെ പകുതി ശരീരമാകുന്ന ദേവിക്ക് നമസ്കാരം. അർദ്ധനാരീശ്വരൻ എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെ വന്നു? പരമേശ്വരന്റെ പകുതി ശരീരം എങ്ങനെ കിട്ടി? പാർവതി ദേവിക്ക് ഒരാഗ്രഹം, പരമേശ്വരന്റെ പകുതി ശരീരം വേണം. മഹാലക്ഷ്മിയെ വക്ഷസ്ഥലത്ത് സ്ഥാനം കൊടുത്തു മഹാവിഷ്ണു, എനിക്ക് പകുതി ശരീരം വേണം എന്ന് മഹാവിഷ്ണുവിടെ പ്രാർത്ഥിക്കും. മഹാവിഷ്ണു പറയും, ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ സാധിക്കാം, ഇത് വലിയ ആഗ്രഹമാണ്, നടക്കില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. ഭയങ്കര ശാഠ്യം ദേവി, നടന്നേ പറ്റൂ, എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിനുള്ള വഴി അങ്ങേക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയാം. ഇതിന് അസ്ഥികൂഖ്യതമുമ്പ് ബ്രഹ്മഭൂതോപകാരം പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു മന്ത്രം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയാം, അത് പറഞ്ഞു തരണം എന്നാണ് ബ്രഹ്മദേവനോട് ചോദിക്കുന്നത് ദേവിമാർക്ക്. അതേപോലെ ചോദിച്ചു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സഹോദരിയല്ലേ, കഥയായിട്ട് പറയുമ്പോൾ സഹോദരിയുടെ സ്ഥാനമാണ്. പത്മനാഭ സഹോദരി നമഃ നമ്മൾ അർച്ചന ചെയ്യുന്നുണ്ട്. ശരി, പറഞ്ഞു തരാം, വളരെ ക്ലേശം സഹിക്കേണ്ടി വരും. എന്ത് ക്ലേശം സഹിച്ചാലും ഞാനത് അടങ്ങിയിരിക്കും, എനിക്കത് വേണം പറയും. പരമേശ്വരന്റെ 108 നാമങ്ങളെ മഹാവിഷ്ണു പാർവതിക്ക് ഉപദേശിച്ചു. ശിവോ മഹേശ്വര ശംഭു പിനാകി ഈശവിജയകരണ എന്ന് പറഞ്ഞു. ഇതാണ് ശിവ അഷ്ടോത്തരം. എല്ലാ ക്ഷേത്രത്തിലും എഴുതി വെച്ചിട്ടില്ലേ, ശിവായ നമഃ മഹേശ്വരി നമഃ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ശിവ അഷ്ടോത്തരത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ പാർവതി ദേവി ഔപദേശം സ്വീകരിച്ച് ഒറ്റക്കാലിൽ നിന്ന് 1 വർഷം, ഒരു സംവത്സരം എന്ന് പറഞ്ഞാൽ നമ്മുടെ 365 വർഷം. നമ്മുടെ 1 വർഷം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് 1 ദിവസമാണ്. 365 വർഷം ഒറ്റക്കാൽ തപസ് ചെയ്യുകയും പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും അഭിഷ്ടപ്പെടുത്തി എന്നാണ് ചോദിച്ചപ്പോൾ പകരീശ്വരൻ അങ്ങനെ ആ ദിവസത്തെ ദേവിയെ ഇങ്ങനെ ആലിംഗനം ചെയ്യും. പകുതി ശരീരം അർദ്ധനാരീശ്വരരായി മാറി. ഇതാണ് അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞ കാര്യം. ശിവാഷ്ടോത്തരത്തിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകളെ പറഞ്ഞത്. ശ്രീകണ്ഠാർത്ഥ ശരീരത്തിന്റെ പദം വന്നപ്പോൾ അതെനിക്ക് ഓർമ്മയിൽ വന്നു. അതുകൊണ്ടാണ് എല്ലാ ശിവക്ഷേത്രത്തിലും എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, പരമേശ്വരന്റെ പകുതി ശരീരം നേടാനുള്ള
ശക്തി കൊടുക്കുന്നതാണ് ആ 108 നാമം എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് സാധിച്ചു തരുന്ന വിശിഷ്ട മന്ത്രമാണ് അത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. പ്രഭാപതിയായ ദേവിക്ക് നമസ്കാരം. പ്രഭാമേഖല അനിമാ മറ്റേ അഷ്ടൈശ്വര്യങ്ങളുണ്ടല്ലോ എല്ലാത്തിനും രൂപം. പ്രഭാരൂപായ നമ, പ്രഭയുടെ രൂപത്തിലുള്ളവൾ ദേവി. പ്രസിദ്ധായ നമ, പ്രസിദ്ധമാണ് എല്ലാത്തിലും ആത്മസ്വരൂപമായിരിക്കുന്നവൾ ദേവി ആയതുകൊണ്ട് പ്രസിദ്ധം. പരമേശ്വരിയെ നമ, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, പരമേശ്വരി ശിവന്റെ ശക്തി, അതുപോലെ പര്യായമാണ്. മൂലപ്രകൃതിയെ നമ, മൂലപ്രകൃതിയാണ്. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ആധാരമായി ഇരിക്കുന്നത് മൂലപ്രകൃതി ദേവി തന്നെയാണ്. ദേവി എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം. ചില പാദങ്ങളെല്ലാം പാർവതിയെ കുറിക്കും, ചിലതെല്ലാം ബ്രഹ്മത്തെ കുറിക്കും. അവ്യക്തായ നമ, അവ്യക്തമായ ദേവിക്ക് നമസ്കാരം. അതെന്താ അവ്യക്തം? വ്യക്തമല്ലാത്തത്, അസ്പഷ്ടം, വ്യക്തമോ അല്ലെ പറയുന്നു. ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ല, എന്നാലും മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് അനുകരിക്കാൻ വേണ്ടി ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചല്ലോ ഗുരുവായൂരിൽ അന്തഭാഗ്യം ജനാന എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെയാണ് ഇവിടെ അവ്യക്തായ നമ. വ്യക്തമായ രൂപമില്ല, ബ്രഹ്മത്തിന് രൂപമില്ലല്ലോ, പിന്നെ എങ്ങനെ അവ്യക്തത കാണും? അപ്പോ അവ്യക്തായ നമ എന്ന് പറഞ്ഞു വ്യക്താവ്യക്ത സ്വരൂപിണ്യേ നമ. അവ്യക്തമാണ് ബ്രഹ്മം, പക്ഷേ വ്യക്തവും അവ്യക്തവുമായ രൂപത്തിൽ ഇരിക്കുന്നതും ബ്രഹ്മം തന്നെ. വ്യക്തമായ രൂപം നമ്മളിപ്പോ കാണുന്നു അല്ലെ, കാഞ്ചിയിൽ പോയ കാമാക്ഷി രൂപം കാണും. ഏത് ദൈവത്തെ മനസ്സിൽ നമ്മുടെ പേര് കേട്ടാൽ തന്നെ ഉടനെ ഗണപതി എന്ന് പറഞ്ഞാൽ ഗണപതി രൂപം മനസ്സിൽ തെളിഞ്ഞു വരും. മുരുകൻ എന്ന് പറഞ്ഞാൽ മുരുകന്റെ രൂപം തെളിഞ്ഞു വരും. രാമൻ എന്ന് പറഞ്ഞാൽ കയ്യിൽ വില്ലോട് വരും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പുല്ലാമല വെച്ച്. ഇതേ ഗുരുവായൂരപ്പൻ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരും. മനസ്സിൽ വ്യക്തമായി കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അവ്യക്തം എന്ന് പറഞ്ഞത് ഈ കണ്ണിനോ കാതിനോ കേൾക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ മാതിരി സന്ദർശിച്ചി രൂപമസ്യ ചക്ഷുഷാ പശ്യതി കർഷനീനം. വേദം ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, മൂക്കൊണ്ട് മണം നോക്കാൻ പറ്റില്ല, നാക്കുകൊണ്ട് നക്കി നോക്കാനും പറ്റില്ല, കൈകൊണ്ട് തൊട്ട് നോക്കാനും സാധിക്കില്ല. ഇലക്ട്രിസിറ്റി എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവ്യക്തം. വ്യക്തമായിരിക്കുന്ന രൂപവും ദേവി തന്നെ, അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മവും ദേവി തന്നെ അർത്ഥം. വ്യാപിന്യനുമായി എങ്ങും വ്യാപിച്ചിരിക്കുന്ന ദേവി, ഈശ്വര സ്വരൂപം എങ്ങും വ്യാപിച്ചിരിക്കുന്നു അല്ലെ. അതിന് 3 ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ ഗ്രൂപ്പിലുള്ളതല്ലാത്തത് പറയും. നിങ്ങൾ 15 വർഷമായിട്ട് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, മറന്നുപോയി അല്ലേ? കുടത്തിൽ മണ്ണ്, കുണ്ടലത്തിൽ സ്വർണം, വസ്ത്രത്തിൽ നൂല്. ഇത് കേൾക്കുമ്പോൾ തന്നെ വസ്ത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ആവരണം നോക്കിയാൽ മതി, മനസ്സിലിരിക്കാൻ മതി. പണ്ടാണ് മൺകുടമൊക്കെ വീട്ടിലുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മള് മൺപാത്രം ഉപയോഗിക്കുന്ന ഒരേ ഒരു ദിവസം മാത്രം ആറ്റുകാൽ പൊങ്കൽ ഇടുന്നു. മറ്റു ദിവസങ്ങളിലെല്ലാം അല്ലെ പലവിധമായ മെറ്റലിലുണ്ടാക്കിയ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. സേഫാണോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു മൺകുളം തന്നിട്ട് ഇതിൽ എവിടെയാണ് മണ്ണുണ്ട് തൊട്ട് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കുമോ? മണ്ണില്ലാത്തൊരിടം തൊട്ട് കാണിക്കണം മൺകുളത്തിൽ, സാധിക്കും. അതുപോലെ വസ്ത്രം, നൂലില്ലാത്തൊരു സ്ഥലം കാണിക്കാൻ പറ്റുമോ? വസ്ത്രത്തിൽ ആഭരണത്തിൽ സ്വർണം ഇല്ലാത്തൊരു സ്ഥലം എങ്ങനെ കാണിക്കും? ആഭരണം മുഴുവൻ സ്വർണമാണ്. അങ്ങനെ കുണ്ടലത്തിൽ സ്വർണമോ കുടത്തിൽ മണ്ണും മുണ്ടിൽ നൂലും എങ്ങനെ നിറഞ്ഞിരിക്കുന്നുവോ അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വര സ്വരൂപം. ഇതിൽ കൂടെ എന്ത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അത്ര കണ്ട് സാധാരണ ഒരു ഉപമയോട് കൂടി ആ വസ്തുതയെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഗ്രന്ഥങ്ങൾ. അതാണ് അവിടെ വ്യാപിന്യേന മഹാ മുതൽ വിശ്വം വിഷ്ണു ഷഡ്കാരോ എന്ന് പറയുന്നില്ലേ. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപനാശീലമുള്ളവർ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനെ നമ്മൾ നമസ്കരിക്കുന്നു. ആദ്യമേ തുടക്കം, ഫസ്റ്റിലെ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ബാക്കി. വിദ്യാവിദ്യാസ്വരൂപിണ്യേ നമഃ പറയുമ്പോൾ വിദ്യാവിദ്യാസ്വരൂപിണ്യേ നമഃ എന്ന് പറഞ്ഞു. വിദ്യാവിദ്യാസ്വരൂപിണ്യേ നമഃ ക്രിസ്തുവിന് പറയരുത്. കാരണം ഒന്ന് വിദ്യ, ഇതൊന്ന് അവിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്തെന്നുള്ളത് വിദ്യ. എന്താണ് സത്യമായ വസ്തു? ബ്രഹ്മം. അതാണ് വിദ്യ. അതൊഴികെ ബാക്കിയെല്ലാം അവിദ്യ. എത്ര PhD എടുത്താൽ എത്ര ഡോക്ടറേറ്റ് എടുത്താൽ എല്ലാം ആത്മീയത്തിന്റെ മുമ്പിൽ അവിദ്യയാണ്. കാരണം ഈ ജന്മത്തിലൂടെ തീർന്നല്ലോ. പിന്നെ എനിക്ക് PhD കിട്ടി, MA, അടുത്ത ജന്മത്തിൽ എനിക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ പേരിലൂടെ MA എഴുതാൻ പറ്റുമോ? ഇല്ല, അതോടെ തീർന്നു.
പക്ഷേ ബ്രഹ്മമാണെന്ന് സത്യമുള്ള ഉണർവ് വിദ്യ എൻ്റെ ഉണ്ടെങ്കിൽ എത്ര ജന്മമെടുത്താലും അത് എൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അതാണ് ശിവാനന്ദ നരത്വം ദേവത്വം നഗമന മൃഗത്വം മശകത പശുത്വം കീടത്വം എന്ത് ജന്മം വേണമെങ്കിലും എടുക്കാം. പക്ഷേ പാദസ്മരണം മാത്രം ഉണ്ടാകണം. ഒരു മനുഷ്യനാവോ പുല്ലാവോ ഒരു പുഴുവായോ ഒരു മരമായോ മൃഗമായോ പാമ്പായോ പല്ലിയോ എന്ത് വേണമെങ്കിലും തന്നോ, ഏത് ശരീരം വേണമെങ്കിൽ തന്നോ പരമേശ്വര, എനിക്ക് വിഷമമേ ഇല്ല. പക്ഷേ ആ ശരീരത്തിലിരിക്കുന്ന എനിക്ക് ഇതിന്റെ പാദസ്മരണ എന്നുള്ള വിചാരം മാത്രം ഉണ്ടാകണം. താല്പര്യം എന്താ? പാദസ്മരണ ഇല്ലാതെ മനുഷ്യജന്മം എടുത്താലും ഈ പറഞ്ഞതിനൊക്കെ ആദിശങ്കരന്റെ കൃതികളെല്ലാം ഭയങ്കര പവർഫുൾ ആണ്. ഡബിൾ നെഗറ്റീവാണ് മിക്ക എല്ലാത്തിലും കാണുന്നത്. അതെന്താ ഇങ്ങനെ പറയുന്നത്? ഡബിൾ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. പോസിറ്റീവായ കാര്യത്തെയാണ് അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് വിദ്യ എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു, അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ അല്ലാത്തതല്ല അവിദ്യ. ഇപ്പൊ വിദ്യ ഇരിക്കുന്നതും ദേവി തന്നെ, അവിദ്യാസ്വരൂപമായിരിക്കുന്നതും ദേവി തന്നെ. കാരണം ഈശ്വരനല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. അത് അവിദ്യയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പാഠപുസ്തകം ഇത് കേട്ട് അതുകൊണ്ട് ഈ പൂജയുടെ പോരുമ്പോൾ പുസ്തകം പോയിട്ട് വെക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോ അക്ഷരവും ഈശ്വര സ്വരൂപം തന്നെയാണ്. അക്ഷരരൂപിണിയായിരിക്കുന്ന അക്ഷരമെല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണ്. മഹാകാമേശ്വരന് കുമുദാവള കൗമുദ്ദീന മഹാ പരമേശ്വരന്റെ കണ്ണുകളാകുന്ന ആമ്പൽപ്പൂക്കളെ ആഹ്ലാദിപ്പിക്കുന്ന ചന്ദ്രികയായ ദേവിക്ക് നമസ്കാരം. സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയും, സൂര്യൻ അസ്തമിക്കുമ്പോൾ ചാമര ചുരുങ്ങും. അതേമാതിരി ചന്ദ്രൻ ഉദിക്കുമ്പോൾ ആമ്പൽ വിരിയും, ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ ആമ്പൽ ചുരുങ്ങും. പരമേശ്വരന്റെ മുഖമാകുന്ന പരമേശ്വരന്റെ കണ്ണുകളാകുന്ന ആമ്പൽപ്പൂക്കളെ ആഹ്ലാദിപ്പിക്കുന്ന ചന്ദ്രികയായി വർത്തിക്കുന്നവൾ ദേവി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധമായ സന്തോഷത്തെയും കൊടുക്കുന്നവൾ അർത്ഥം. ദേവിയെ കാണുമ്പോൾ കാമേശ്വരന്റെ കണ്ണുകൾ പൂർണ്ണചന്ദ്രനെ പോലെ ആമ്പൽപ്പൂക്കളെ പോലെ സന്തോഷത്താൽ വികസിക്കും എന്നാണ് താല്പര്യമുള്ളത്. ഭക്തഹാർദ്ദമോവേദ ഭാനുമത്മാന സന്തത്യർമ ഭക്തഹൃദയങ്ങളിലെ ഇരുട്ടകറ്റുന്ന സൂര്യകിരണങ്ങളുടെ ദേവിക്ക് നമസ്കാരം. ഭക്തഹൃദയങ്ങളുടെ മനസ്സിലുള്ള ഇരുട്ട് എന്ന് പറയുന്നത് അജ്ഞാനം. എന്താണ് ഈ ലോകമാണ് സത്യം, ഞാൻ ഇങ്ങനെ ഇരിക്കും, എനിക്കൊരു കുഴപ്പം വരില്ല എന്ന് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ആയിക്കട്ടെ, സന്തോഷത്തിന് എത്രത്തോളം അനുഭവിക്കാമോ അത്രത്തോളം എനിക്ക് നല്ലത് തന്നെ. 100 വയസ്സല്ല 120 വയസ്സ് വരെ ഇരിക്കട്ടെ. പക്ഷെ എങ്ങനെ ഇരിക്കണം? നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ള കഴിവോടുകൂടി നമ്മൾ ഇരിക്കണം. അതാണ് പ്രാർത്ഥിക്കുന്നത്. ആരെയും ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം, പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നവരിരുന്നാൽ എത്ര വർഷം വരെ ഇരുന്നാലും കുഴപ്പമില്ല. എത്ര വർഷം ഇരുന്നാലും ആ ഈശ്വര വിചാരത്തോട് ഈശ്വര ചിന്തയോടെ ഇരിക്കണം. എന്ത് ചെയ്താലും അത് ഈശ്വരന്റെ സമർപ്പണമായിട്ട് നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഒരു പുതിയ വസ്ത്രം ധരിച്ചാലും ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇന്ന് എനിക്ക് കിട്ടി. ഭക്ഷണം കഴിച്ചാലും ഈശ്വരൻ തന്നതാണ് ഞാൻ വിചാരിച്ച് കഴിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ ഓർത്തോർത്ത് ചെയ്യുമ്പോൾ ഇതെല്ലാം ഈശ്വരന്റെ കൃപ കൊണ്ടാണ് കിട്ടുന്നത്, എന്റെ സാമർത്ഥ്യം കൊണ്ടല്ല എന്നുള്ള തോന്നൽ നമുക്ക് വരും. അതുപോലെ ഇപ്പൊ ഞാനെന്നുള്ള ഭാവം കുറച്ചുകൂടി ക്ഷേട്ട് ഇല്ലാതാണ്. ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഇല്ല എന്നുള്ള തോന്നൽ വരും. ഇതാണ് ഭാവം. ഈ ഭാവം ആർക്ക് വരുന്നു? ആ ഭാവമാണ് വരുന്നതാണ് അജ്ഞാനത്തെ അകറ്റുന്ന അവസ്ഥ. ആ ഭാവത്തെ നമുക്ക് കൊടുക്കുന്നവൾ ദേവി. കണ്ടിന്യൂസ് ആയിട്ട് ഈശ്വരാരാധന ചെയ്താൽ തീർച്ചയായിട്ടും ആ ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും, യാതൊരു സംശയമില്ല. ശിവദൂതേ നമഃ, ശിവനെ ദൂതനായി അയച്ചവൾ ദേവി. ശിവദൂതിയെ പരമേശ്വരി എന്ന് ശിവകവചത്തിൽ വരുന്നുണ്ട്. എപ്പോഴാണ് ശിവനെ ദൂത് അയക്കുന്നത്? എപ്പോഴും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതിനു മുമ്പേ ആദ്യം ഒരു ദൂതിനെ അയക്കും. സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറയുന്നില്ലേ, ആദ്യം സമാധാനത്തിന് ഒരാളെ അയക്കും. അവിടെയും രാമായണത്തിലും അങ്കലിന് ദൂത് അയക്കുന്നു. മഹാഭാരതത്തിൽ നമുക്കറിയാം ആരാ? ശ്രീകൃഷ്ണനല്ലേ, അത് ആരായിരിക്കും ദൂത്. ഇവിടെ സുമൻസുമരെ വധം ചെയ്യുന്നതിന് മുമ്പേയും ദേവി പരമേശ്വരന് ദൂത് അയക്കും. പരമേശ്വരനെ ദൂതനായി അയച്ചത് കൊണ്ടാണ് ആ ദേവിക്ക് ശിവദൂതി എന്ന് പേര്. ശിവനെ ദൂതനായി അയച്ചവൾ എന്നർത്ഥം. അതാണ് ശിവദൂതി. പര്യായപദം തന്നെയാണ്. പക്ഷെ ശിവൻ ദൂതായിട്ട് പോയത് ആ സുമൻസുമര യുദ്ധത്തിന് മുമ്പേ ആണെന്നത് കഥ നമുക്ക് പറയണം. ശിവാരാധ്യയമ, ശിവനാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി. അപ്പൊ ശിവനാൽ ആരാധിക്കപ്പെട്ടവൾ അവിടെ പാർവതിയല്ല, ബ്രഹ്മം.
അതാണ് ഉദ്ദേശിക്കുന്നത്. ശിവമൂർത്തിയെ നമഃ. ശിവസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ശിവനും ദേവിയും ഒന്ന് തന്നെ എന്നാണ് ഈ കാര്യം കാണിക്കുന്നത്. ശിവമൂർത്തി. ശിവൻ ഗർഗൈ നമഃ. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. ശിവം ഗർഗൈ, മംഗളത്തെ ചെയ്യുന്നവൾ, അതാണ് ഭദ്ര. ഭദ്രത്തെ ചെയ്യുന്നവൾ, മംഗളത്തെ ചെയ്യുന്നവൾ, അതാണ് ഭദ്ര. ഭദ്ര, മംഗളസ്വരൂപിണി, ഇതെല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. എപ്പോഴും നന്മയെ മാത്രം ചെയ്യുന്നതാണ് ഈശ്വര സ്വരൂപം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇവർ ദേഷ്യപ്പെട്ടു എന്ന് പറയുന്ന അർത്ഥമാണ്. എന്നെ ദേവി ഒരുപാട് പരീക്ഷിക്കുന്നു, ശിക്ഷിക്കുന്നു, കണ്ണില്ല, ഇതൊന്നും നമ്മളെങ്കിലും പറയാതിരിക്കുക. ഈ ലളിതാ സഹസ്രനാമം വായിക്കുന്നവർ, ഭാഷ കേട്ടവരും പറയാതിരിക്കുക. ഒരിക്കലും ദേവി ആരെയും ശിക്ഷിക്കില്ല. അനുഗ്രഹിക്കാൻ മാത്രം അറിയുള്ളൂ. അവൻ അറിഞ്ഞൂടാ. അറിയാത്ത കാര്യത്തിൽ എന്തിനു ചെയ്യുന്നത്? ഞാൻ കഥകളി കാണിച്ചു നിങ്ങൾ പറഞ്ഞാൽ ശരിയാവും. ഈ കഥകളിയെ അറിഞ്ഞൂടാ. അത് എത്രത്തോളം വാസ്തവം അതുപോലെയാണ് ഈശ്വരൻ കോപിക്കുന്നു എന്ന് പറയുന്നത്. കഥകളി കണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ. ഈ കഥകളി അഭിനയിക്കാമെന്ന് അറിഞ്ഞൂടാ. അതേപോലെ ദേവിക്ക് അറിയാത്ത കാര്യമാണ് ദേഷ്യം എന്നുള്ളത്. സന്തോഷം മാത്രമേ കൊടുക്കുന്നവരാണ് ദേവി. ശിവൻ ഗർഗൈ നമഃ. ശിവപരായൈ നമഃ. ശിവപ്രിയായൈ നമഃ. ശിവന് അത്യന്തം പ്രിയപ്പെട്ടവൾ ദേവി. ശിവനിൽ അത്യന്തം പ്രിയമുള്ളവൾ എന്ന് അർത്ഥമുണ്ട്. ശിവപ്രിയാന ശിവനോട് പ്രിയമുള്ളവൾ, ശിവന് പ്രിയമുള്ളവൾ, രണ്ട് രീതിയിലും എടുക്കാം. ശിവപരായൈ നമഃ. ശിവനിൽ അതീവ താല്പര്യമുള്ളവൾ ദേവി. ശിവനിൽ അതീവ താല്പര്യം എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കഥയായിട്ട് എടുക്കാം. ശരിക്കും ശിവം എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗളം. മംഗളം ചെയ്യുന്നതിൽ അതിൽ താല്പര്യമുള്ളവൾ ദേവി. ഇതാണ് റൂട്ട് മീനിങ്. രണ്ടർത്ഥം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പല പദങ്ങൾക്കും അതിന്റെ ഉള്ളർത്ഥം എന്തെന്ന് അറിയണം, തത്വപരമായ അർത്ഥം. ശിവം എന്ന് പറഞ്ഞാൽ ഇവിടെ പരമേശ്വരനല്ല ഉദ്ദേശിക്കുന്നത്. ശിവന്റെ ഭാര്യ എന്ന അർത്ഥത്തിൽ എടുക്കാം, അത് ബാക്കിയർത്ഥം. നമ്മള് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പോവാണ്. ആ പദത്തിന് അർത്ഥം ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം അർത്ഥം. മംഗളം ചെയ്തതിൽ താല്പര്യമുള്ളവൾ ദേവി. ശിഷ്ടേഷ്ടായന്മാർ, ശിഷ്ടന്മാർക്ക് പ്രിയപ്പെട്ടവൾ. ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്തവളാണ് ശിഷ്ടൻ. ശിഷ്ടൻ നല്ലവൻ, ഭക്തൻ. നേരെ വിപരീതമുള്ളവൻ ദുഷ്ടൻ. അതാണ് ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ ഇല്ലാതാക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അവതാരം. അല്ലേ? പരിത്രണായ സാധുന വിനാശായ ദുഷ്കൃത എന്ന് പറയാൻ കാര്യം. ശിഷ്ടപൂജിതായ നമഃ. ആ ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെട്ടവൾ. ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തിയോട് കൂടിയവൻ, ഈശ്വര വിചാരമുള്ളവൻ, നന്മയെ മാത്രം പ്രതീക്ഷിക്കുന്നവൻ. എനിക്ക് നന്മ കിട്ടണം, എന്നെ ആശ്രയിക്കുന്നവർ നന്മ കിട്ടണം, മറ്റുള്ളവർക്കും എന്നാൽ നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഇങ്ങനെ ചിന്തിക്കുന്നവനാണ് അവനാണ് ശിഷ്ടൻ. അല്ലാതെ അമ്പലത്തിലാകുമ്പോൾ എല്ലാം ചെയ്തിട്ട് വെളിയിൽ വന്നിട്ട് സർവത്ര വേണ്ടാതിന് കഴിഞ്ഞത് ആളുകളെ ഉപദ്രവിക്കുന്നവനെ ശിഷ്ടൻ എന്ന് പറയാൻ പറ്റില്ല, ഭക്തൻ എന്ന് പറയാൻ പറ്റില്ല. ഭക്തിയുടെ ലക്ഷണം തന്നെ ശിവാനന്ദലഹരി പറയുമ്പോൾ നല്ലൊരു ഗ്രന്ഥമാണ് ശിവാനന്ദലഹരി കേട്ടോ. പഠിക്കാൻ ഞാൻ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവരുടെ നമ്മൾ വെച്ചാൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ, ഓൺലൈനാണ് എല്ലാ ക്ലാസ്സും. വീട്ടിലേക്ക് പോകേണ്ട, ആട്ടം ചെലവാക്കേണ്ട, സാരി കൊടുക്കേണ്ട, ഒന്നും വേണ്ട. മാക്സി ഇട്ടുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാം. ഈ കൊറോണ വന്ന ശേഷം അങ്ങനെ ഒരു സൗകര്യമാണ് കിട്ടിയത്. അതുകൊണ്ട് വേൾഡ് വൈഡായിട്ട് എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ പഠിക്കാം. 86 വയസ്സിൽ അമ്മ അമേരിക്കയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. വെളുപ്പിന് 3 മണിയാണ് അവിടെ സമയം. അവർക്ക് 86 വയസ്സ്, ഭർത്താവിന് 90 വയസ്സ്. എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്, അർച്ച് ഫോർ നോളജ്. എൻ്റെ എല്ലാ ക്ലാസ്സിലും വരും. എല്ലാ 4 to 5 വരെയാണ് ക്ലാസ്. ഈ ഒരു 9 ദിവസം ഞാൻ ക്ലാസ്സെല്ലാം നിർത്തി വെച്ചു. കാരണം അവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ വന്നാൽ എനിക്ക് പ്രഭാഷണം ചെയ്യാൻ പറ്റില്ല. അതിൽ വരുന്നുണ്ട്, പറയുന്നുണ്ട് ഭക്തിയുടെ ലക്ഷണം എന്താണ്? പരദൂഷണം പാടില്ല. ആദ്യത്തെ ലക്ഷണം. എന്തൊരു ഇതാണ്. ചിലർക്ക് അനുഭവത്തിനെ പോലെ എവിടെന്നെങ്കിലും ഓടി ആട്ടോ വിളിച്ച് പൈസയും കൊടുത്ത് പോയി പറഞ്ഞിട്ട് അത് പറയുന്നത് എങ്ങനെ? എന്ത് നടന്നോ അതിനെ ഊതി വലുതാക്കി കൈകാലൊക്കെ വെച്ച് അതിനെ വലുതാക്കി പെരുപ്പിച്ച് പറഞ്ഞിട്ട് വരും. ഒരു ഉപയോഗവും ഇവർക്കുമില്ല, കേൾക്കുന്നവർക്കുമില്ല. ആരെ പറ്റി പറയുന്നോ അവർക്ക് ഉപദ്രവമാണ് ഉള്ളത്. ഇത് പാടില്ല. ഇതാണ് ഭക്തിയുടെ ലക്ഷണം. വളരെ നല്ല കൃതിയാണ്. അതേപോലെ ഭക്തിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. ഇതൊക്കെയാണ് ഭക്തി. ഇതൊക്കെ ഉള്ളവനാണ് ശിഷ്ടൻ. അങ്ങനെയുള്ള ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെട്ടവൾ ദേവി. ശിഷ്ടപൂജിതായ നമഃ. അപ്രമേയായ നമഃ. അപ്രമേയോ ഋഷികേശൻ പത്മനാഭോ അമരപ്രഭു. നമ്മൾ എപ്പോഴും ജനിക്കുന്നതാണ്. പ്രമേയം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നത്, അപ്രമേയം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്തത്. അതല്ല പത്മനാഭൻ അളക്കുന്നുണ്ട് 18 അടി. അത് അളന്നിട്ടല്ലേ
ഇതുണ്ടാക്കുന്നത്. ഇപ്പൊ ദേവി അളപ്പുലിയ ദേവി ആവുന്ന ഒരു സ്വർണ്ണാങ്കി ചാർത്താൻ ഒരാളെ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ഇവിടെ ഉണ്ടോ ഇല്ലയോ ഞാൻ പറയുന്ന മുഹൂർത്തം ആർക്കെങ്കിലും നല്ല ബുദ്ധി വരട്ടെ, ചെയ്യട്ടെ. എല്ലാം വേണ്ട ദേവിക്ക് ഒരു സ്വർണ്ണാങ്കി എങ്ങനെ ചാർത്തും? അളന്നെടുത്ത് തന്നെ ചാർത്തും. അപ്പൊ ഈ അളക്കാൻ പറ്റാത്തതെന്ന് എന്താ പറയുന്നത്? ഇത് സകല സ്വരൂപം. നമുക്ക് ആരാധിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി ഹന്തഭാഗ്യജനാണ് ഒരു കുട്ടിയുടെ പോലെ വന്നത് മാതിരി ഒരു കല്ലിന്റെ രൂപത്തിൽ അതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആരാധിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്വരൂപമാണ്. ഇതെല്ലാം അതിന്റെ സ്വരൂപം ആക്ച്വലി ബ്രഹ്മമില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ശക്തിയാണത്. അതിനെങ്ങനെ അളക്കാൻ പറ്റും? അതുകൊണ്ട് അപ്രമേയായ അളക്കാൻ പറ്റാത്തവൾ. സ്വപ്രകാശായനമ സ്വയം പ്രകാശിക്കുന്നതാണ്. അതാണ് ആത്മസ്വരൂപം. അതാണ് സൂര്യൻ എന്ന് പറയാൻ കാര്യം. ആത്മസ്വരൂപം പ്രകാശം. മനോവാചാമ ഗോചരായനമ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അറിയാനാവാത്ത ദേവിക്ക് നമസ്കാരം. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അറിയാനാവാത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വാക്കുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്, മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലാകുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതെല്ലാം ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള ഉപാധികളാണ് നമ്മൾ ചെയ്യുന്നത്, വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ബ്രഹ്മം ഇതാണെന്ന് നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സങ്കല്പിക്കാന്നല്ലാതെ മനസ്സിനും വാക്കിനും അതീതമാണ് ഈശ്വര സ്വരൂപം. ആരെങ്കിലും ഞാൻ ദേവിയെ കണ്ടു സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏറ്റവും നമ്പർ 1 ഫ്രോഡാണ് അയാൾ നടത്തുന്നത്. ധാരാളം പേര് ഇങ്ങനെ പറയും, ഞാൻ എന്നും അയ്യപ്പൻ്റെ കൂടെ സംസാരിക്കും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പൂജയ്ക്ക് ചെയ്യുന്ന ആളാണ്. അയാൾ വരും, ത്രിപുര സുന്ദരി ഒന്ന് സംസാരിക്കും. അപ്പോൾ ഞാൻ ഒരു 3-3:30 മണിയാകുമ്പോൾ വീട്ടിൽ വരുമല്ലേ, സംസാരിക്കുമല്ലേ. ഇന്ന് മറ്റേ ആ വീട്ടിൽ പായസം വെച്ചിരുന്നു, അതിന് മധുരം അത്ര കുറവാണ്, ഇതിൽ കൽക്കണ്ട് കുറച്ചുകൂടി ഇടാമായിരുന്നു, ഇങ്ങനെ സംസാരിക്കൂ. എന്തൊരു അബദ്ധം ഇതല്ലേ. ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഭഗവത് സേവ ചെയ്യുന്ന ആൾ, അതാണ് സങ്കടം. സാധാരണ ഒരു പാമര മനുഷ്യൻ പറഞ്ഞാൽ സാരമില്ല. ഈശ്വരാരാധന ചെയ്യുന്നവനാണ് ഇത് പറയുന്നത്. ബ്രഹ്മമാണ് സത്യം ഉണർവോടുകൂടി ആണ് ആ പൂജ ചെയ്യേണ്ടത്. അവരാണ് പറയുന്നത് ദേവി വന്ന് സംസാരിച്ചു എന്നെല്ലാം. അവിടെ പറയാൻ കാര്യം അത് മനസ്സിനും വാക്കിനും അതീതമാണ് ഈശ്വര സ്വരൂപം. മനോവാചാമ ഗോചരായ നമഃ ചിച്ഛക്തിയൈ നമഃ ബോധസ്വരൂപിയായ ദേവിക്ക് നമസ്കാരം. ജഡത്തെ സജീവമാക്കുന്നതാണ് ബോധം, ചൈതന്യമാണ് ചിത്ത്. ആ ബോധമുണ്ടെങ്കിൽ അവിടെ ആക്റ്റീവ് ആകും, ബോധമില്ലെങ്കിൽ ആ ബോധമില്ലാതെ കിടക്കുന്നു എന്ന് പറയില്ലേ. ഇവിടെ എന്താണ് ബോധം? ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവാണ് ബോധം. ആ ബോധത്തോടെ ഇരുന്നാൽ നമ്മൾ സത്യചിത്ത ആനന്ദം സത്യദാന സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ജഡം പോലെ തന്നെ മിഥ്യാരൂപത്തെ സത്യം വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുന്ന ചേതനാരൂപായ ചൈതന്യ രൂപയായ ദേവിക്ക് നമസ്കാരം. ജഡശക്തിയുമ ജഡവസ്തുക്കളുടെ ശക്തിയായ ദേവിക്ക് നമസ്കാരം. ചിത്തമൊഴികെ ബാക്കിയുള്ളതെല്ലാം ജഡമാണ്. കാരണം മനസ്സുണ്ടെങ്കിലേ അത് പ്രവർത്തിക്കുള്ളൂ, ബുദ്ധി ഉണ്ടെങ്കിലേ അത് പ്രവർത്തിക്കുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ ബുദ്ധി മനസ്സും കൂടി പ്രവർത്തിച്ചാൽ മാത്രം, ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് അംഗങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അതില്ലാത്ത സമയത്ത് ഇതെല്ലാം ജഡം. ചിത്ത് മാത്രമാണ് സത്യം എന്നർത്ഥം. ജഡശക്തി നമഃ. ജഡാത്മികായ നമഃ. ജഡപ്രപഞ്ചത്തെ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. ജഡപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചം അത്രയും ആ ശക്തി ഇല്ലെങ്കിൽ എല്ലാം ജഡമായി പോകും. അപ്പൊ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നതും ദേവി തന്നെ, അത് ജഡരൂപത്തിൽ ഇരിക്കുന്നതും ദേവി തന്നെ. 2-3 ഇല്ല എന്നുള്ളത് നമ്മളെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദങ്ങളൊക്കെ പറയുന്നത്. അവിടെ വിദ്യാസ്വരൂപിണ്യേ നമഃ. ജഡം ചൈതന്യവും ദേവി തന്നെ, ഇല്ലാത്ത അവസ്ഥയും ദേവി തന്നെ എന്ന് പറഞ്ഞാൽ ദേവി അല്ലാതൊരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വസ്തുത. ഗായത്രി നമ. ഗായത്രിയായ ദേവിക്ക് നമസ്കാരം. വേദമാതാവാണ് ഗായത്രി എന്ന് പ്രസിദ്ധം. 24 അക്ഷരങ്ങളോടുകൂടിയ കാര്യമാണ് ഗായത്രി. അതിന്റെ മന്ത്രങ്ങൾ അത് ചിലർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പണ്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ആര് വേണമെങ്കിലും ജപിക്കാന്നുള്ളതായി. ഗൂഗിൾ വന്നപ്പോ എന്ന് നേരത്തെ പറഞ്ഞ പഞ്ചദശാക്ഷി മന്ത്രം അതി രഹസ്യം പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കത് എന്തെന്ന് പോലും പറഞ്ഞു തരില്ല. ഇപ്പൊ ആരും പറഞ്ഞു കൊടുക്കണ്ട, നമ്മുടെ കയ്യിൽ ഇരിക്കല്ലേ 10,000 സാധനം. അതില് പഞ്ചദശാക്ഷി മന്ത്രം ശ്രീവിദ്യ എന്ന് അടിച്ചാൽ മതി. ശ്രീചക്രം അടിച്ചാലേ ഇവിടെ സഹകളവോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് നമ്മൾ. ശരിക്കും ഗായത്രിയുടെ അർത്ഥം എന്താണ്? അത് മാത്രം പറയാം. ഏതൊരു ശക്തി എന്റെ ഉള്ളിലുള്ള ശക്തിക്ക് പ്രചോദനം നൽകുന്നുവോ ആ ശക്തിയെ
ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇതാണ് എൻ്റെ അർത്ഥം. ഏതൊരു ശക്തി? ബ്രഹ്മം. ഏതൊരു ശക്തിയാണോ എൻ്റെ ഉള്ളിലുള്ള ശക്തിക്ക് പ്രചോദനം നൽകുന്നത്, ആ ബ്രഹ്മമാണ് ഉള്ളിലുള്ള ആ ശക്തിക്ക് പ്രചോദനം നൽകുന്നത്. ആ ശക്തിയെ, ബ്രഹ്മത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ജപിക്കുന്ന ഒരാളായാലും ജ്ഞാനമില്ല, നഹ യോയോ നഹ പ്രചോദയ, ഞങ്ങൾ ധ്യാനിക്കുന്നു. അത്രയും വിശിഷ്ടമായ മന്ത്രമാണ് ഗായത്രി. ആ ഗായത്രി മന്ത്രത്തിന് ശക്തിയായിരിക്കുന്ന വിജയതയായതുകൊണ്ട് ഗായത്രി നമഃ. വ്യാഹൃത്യൈ നമഃ. ആ ഊ മാ എന്ന അക്ഷരങ്ങൾ ചേർന്നതാണ് പ്രണവം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മൊത്തം ഓംകാരം, ഓംകാര സ്വരൂപിണി. ഇതാണ് വ്യാഹൃതി മന്ത്രം. ദ്വിജവൃന്ദ വിഷയവിതായേ നമഃ. ഞാൻ സിറ്റി ചാനൽ ആദ്യമായിട്ടാണ് ലളിതാ സഹസ്രനാമം ചെയ്തത്. സന്ധ്യായേ നമഃ. സന്ധ്യായ ദേവിക്ക് നമസ്കാരം. സന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഇതാണ് സന്ധ്യ. ഇത് നമ്മൾ സാധാരണ ഈ സൂര്യചന്ദ്രന്മാരുടെ ആ മൂവ്മെന്റ്സ് വെച്ച് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നു. അതെല്ലാം വാക്യാർത്ഥങ്ങൾ. നമുക്ക് എല്ലാത്തിനും വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ. എന്താണ് സന്ധ്യ? സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. അത് മറക്കരുത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്. എപ്പോഴാണോ മനുഷ്യ മനസ്സ് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അതാണ് സന്ധ്യ. നമ്മളൊരു കണക്കിന് വൈകുന്നേരം 6 പ്രദോഷ സമയം, പ്രഭാതം സൂര്യ ഉദിക്കുമ്പോൾ, ഈ ചന്ദ്രൻ ഉദിക്കുമ്പോൾ, ഇങ്ങനൊരു കണക്ക് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ശരിക്കും സന്ധ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ സമയമാണ് സന്ധ്യ എന്ന്. അങ്ങനെ സന്ധ്യയായിരിക്കുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇരിക്കുന്ന, പ്രഭാതമായും പ്രദോഷമായും ഇരിക്കുന്നവളിൽ ഒരു വാക്യാർത്ഥമുണ്ടെങ്കിലും ആ മനസ്സ് ഈശ്വരനെ കുറിച്ച് ധ്യാനിക്കുന്ന സമയമാണ് സന്ധ്യ. ഋഷവൃന്ദ ഋഷേവിതായ നമഃ. ഈ പദം ഞാൻ ടിവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇതിന് അർത്ഥം പറയുമ്പോൾ നീ കുറച്ച് വിഷമിക്കും, കാരണം പബ്ലിക്കായിട്ടാണ് പറയുന്നത്. വാക്യാർത്ഥം ബ്രാഹ്മണ സമൂഹത്താൽ ആരാധിക്കപ്പെട്ടവൾ. ദ്വിജവൃന്ദ വിഷയവിതായ നമഃ. അപ്പൊ മറ്റു സമുദായക്കാരെ ആരാധിച്ചൂടെ? ഇതെങ്ങനെ നീ ടി വിയിൽ പറയും? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. രാവിലെ ഷൂട്ടിങ്ങിന് പോകുന്നതിന് പൂജ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി, ഇതിന് നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയി. അവിടെ വെച്ച് എനിക്ക് തോന്നിയതാണ്, ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവൻ എന്നർത്ഥം. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ എന്ന് നമ്മൾ പറയുന്നത്. ശരിക്കും ശാസ്ത്രത്തില് ജന്മനാ ജായതേ ശൂദ്രഃ കർമ്മണാ ജായതേ ദ്വിജഃ എന്നാണ് പറയുന്നത്. അപ്പൊ ശൂദ്രൻ എന്ന താഴ്ന്ന ജാതി എന്നുള്ള അർത്ഥമല്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ശൂദ്രോ അജാതിത. ബ്രഹ്മത്തെ രൂപമായി സങ്കല്പിച്ചാൽ പാദം വരെ മനസ്സിലാക്കാൻ കഴിയുന്നവൻ ശൂദ്രൻ, തുട വരെ മനസ്സിലാക്കാൻ കഴിയുന്നവൻ വൈശ്യൻ, ഷോൾഡർ വരെ മനസ്സിലാക്കാൻ കഴിയുന്നവൻ ക്ഷത്രിയൻ, മുഴുവനും മനസ്സിലാക്കുന്നവൻ ദ്വിജൻ. അപ്പൊ എന്താ അർത്ഥം? ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സമൂഹം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നുള്ള ജാതിയല്ല അവിടെ അഗസ്ത്യർ ഉദ്ദേശിച്ചത്. അതാണ് എനിക്ക് അനുഭവിച്ചത്. പറയാൻ സത്യമാണ് പറയുന്നത്. ഞാൻ ആ ജാതിയനാണ്, അതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ജാതിയൊന്നും ഈശ്വരന്റെ മുമ്പിൽ ഇല്ല. ദ്വിജവൃന്ദ വിഷയവിതായ ബ്രാഹ്മണ സമൂഹത്താൽ ആരാധിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് സത്യം എന്ന് ഉണർവ് വന്നാലും അപ്പോഴും ആരാധനയെ നിർത്താൻ സാധിക്കുകയില്ല. ആ ബ്രഹ്മത്തെ ആരാധിക്കുന്നു. അതാണ് ബ്രഹ്മജ്ഞാനം കിട്ടാൻ യോഗ്യതയുള്ളവരാലും കൂടി ആരാധിക്കപ്പെട്ടത് ആ ദേവി നടന്നു. അതാണ് ദ്വിജവൃന്ദ വിഷയവിതായ നമഃ. അത് ടെലികാസ്റ്റ് ചെയ്തതിന്റെ വൈകുന്നേരം എന്നെ വിളിച്ചു പറഞ്ഞു, സമ്മതിക്കരുത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അവന്റെ ഓർമ്മയാണ് വന്നത്. എല്ലാ സ്ഥലത്തും ഞാനത് പറയും. ഫസ്റ്റിൽ ഞാൻ അവിടെയാണ് ചെയ്തത്. ഡോക്ടർ വേദാന്തം തന്നെയാണ്. എനിക്ക് 30 ദിവസം കൊണ്ട് 1000 പുറത്ത് 1/2 മണിക്കൂറേ ഉള്ളൂ. ഒരു വിശേഷം എന്തെന്നറിയാമോ? ഞാൻ ഒരു 10 വർഷം മുമ്പുള്ള കഥയാണ് പറയണത്. ഇത് നടക്കുന്ന സമയത്ത് ദുബായ് എല്ലാ സ്ഥലത്തും പോകും. കളിയിൽ 2-3 സ്ത്രീകളുണ്ട്. അവരെല്ലാം ബ്രാഹ്മണരല്ല, മറ്റ് ജാതിക്കാരാണ്. പലരും ഏഴവരുണ്ട്, പിന്നെ ഒരു മുസ്ലിം വീടുകളുണ്ട്. അവർ കറക്റ്റ് 6 മണിക്ക് 6 മണി തുടങ്ങുകയാണെങ്കിൽ 5:30 മണിക്ക് കുളിച്ച് നല്ല വൃത്തിയായിട്ട് വിളക്കെല്ലാം കത്തിച്ച് വെച്ച് അതിൻ്റെ മുമ്പിലിരിക്കും. ഞാൻ ടി വിയിലാണ് പറയുന്നത്. എന്നാൽ അവരൊരു പൂജ ചെയ്യുന്ന പോലെ കണ്ടിട്ട് 6:30 മണി കഴിഞ്ഞാൽ ഒരു പഴമ എന്ന് നിരക്ക് ഒരു കർപ്പൂരം കാണിച്ചു. അത്ര കണ്ട് ഭക്തി ശ്രദ്ധയോടെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നു. എന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ മുമ്പിൽ
ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഈ പദം ചെയ്തപ്പോൾ വെള്ളക്കിടവിൽ ഒരാളെ എന്നെ വിളിച്ചു. എനിക്ക് വളരെ തൃപ്തിയായി സ്വാമി. ഇതുവരെ ഞാൻ വിഷമിച്ച് ആരും കാണാതെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പേര് ചോദിച്ചപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് വിഷമമുണ്ടാകും. നിങ്ങൾ എന്തായാലും ഹിന്ദു അല്ല എന്നുള്ളത് മനസ്സിലായി. അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. മുസ്ലിം ജാതിയല്ല അതിന്റെ കാര്യം. അവർക്ക് എങ്ങനെ ബ്രാഹ്മണ സമൂഹത്തിൽ ആരാധിക്കപ്പെട്ടവൾ ഇന്ന് ഇവരിങ്ങനെ അർത്ഥം പറയും? ഇപ്പൊ മനസ്സിലായല്ലോ. ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്നത് ജാതിയല്ല. തിരുവനന്തപുരം ക്ഷേമിതായ നമഃ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം അടയാനുള്ള കഴിവ്. ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനം അടയാനുള്ള എലിജിബിലിറ്റി ഇവിടെ വന്നു. വേറെ യോഗ്യത ഒന്നും വേണ്ട, ഒരു യോഗ്യതയും വേണ്ട. മന്ത്രം അറിയേണ്ട, തന്ത്രം അറിയേണ്ട, ഒന്നും അറിയണ്ട. ബ്രഹ്മമാണ് സത്യം, ലോകം മിഥ്യ എന്നുള്ള വിചാരത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ദ്വിജനാണെന്ന് അർത്ഥം. ദ്വിജൻ എന്ന വാക്ക് രണ്ടാമത് ജനിച്ചവൻ എന്നാണ് അർത്ഥം. നമ്മൾ ജനിക്കുന്നു, പിന്നെ ഉപനയനമാകുമ്പോൾ രണ്ടാമത് ജനിക്കുന്നു, അതാണ് ദ്വിജൻ എന്ന വാക്കിന് അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മജ്ഞാനം അടയാനുള്ള യോഗ്യതകളും അങ്ങനെയുള്ള ആളുകളാൽ ദേവി. തത്വസനായ നമഃ, തത്വങ്ങൾ ഇരിപ്പിടമായ ദേവിക്ക് നമസ്കാരം. തസ്മൈ നമഃ, അത് നേരത്തെ പറഞ്ഞു. തത് തസ്മൈ ത്വം എല്ലാം ഈശ്വരി തന്നെയാണ്. തുഭ്യം നമഃ, നീ എന്ന വാക്കുകൊണ്ട് പ്രവർത്തിക്കുന്നു. അത്, ഇത്, നീ എല്ലാം ദേവി തന്നെയാണ് അല്ലേ? അതാണ് ധ്യാന ജാത്ര ദേവ. ഞാനും ദേവി തന്നെയാണ്, നിങ്ങളും ദേവി തന്നെയാണ്, അകത്തിരിക്കുന്ന ദേവി തന്നെയാണ്, ഈ പറയുന്ന വാക്കും ദേവി തന്നെയാണ്, കേൾക്കുന്ന ചെവിയും ദേവി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈശ്വരനല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തത് ത്വം അസി എന്നൊക്കെ പറഞ്ഞത്. തുഭ്യം നമഃ, അയ്യേ നമഃ, അയ്യേ എന്നറിയപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. വാത്സല്യമയ്യ ജഗദംബ, അയ്യ അല്ലയോ ദേവി, അമ്മേ എന്ന് വിളിക്കുന്നല്ലേ, അതാണ് അയ്യ എന്നുള്ള വാക്കിന് അർത്ഥം. വാത്സല്യത്തോടുകൂടി സംബോധന ചെയ്യുന്നത്, അഡ്രസ്സിംഗ് ടു ദ ഗോഡ് എന്നർത്ഥം. പഞ്ചകോശാന്തസ്ഥിതായ നമഃ, 5 കോശങ്ങളിൽ വസിക്കുന്നവൾ ദേവി. ശരീരത്തിൽ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം 5 കോശങ്ങളുണ്ട്. 5 കോശങ്ങളിൽ വസിക്കുന്നവൾ. നിസീമ മഹിമനേ നമഃ, അളവില്ലാത്ത മഹിമയോട് കൂടിയവൾ ദേവി. ദേവിയുടെ മഹിമയ്ക്ക് ഒരു അളവ് വെക്കാൻ സാധിക്കും. ഈശ്വരന്റെ പ്രഭാവത്തെ ഇത്രയേ ഉള്ളൂ എങ്ങനെ പറയാൻ സാധിക്കും? സാധിക്കില്ലല്ലോ. നിസീമ മഹിമനേ നമഃ, നിത്യ യൗവനായ നമഃ, എന്നും യൗവനത്തോട് ഇരിക്കുന്നവൾ ദേവി. കാരണം മാറ്റമില്ല എന്നർത്ഥം. ജരാനരകളൊന്നും ഇല്ല, മാറ്റമില്ല എന്നർത്ഥം. അങ്ങനെ എന്നും ഒരേപോലെ ഇരിക്കുന്ന നിത്യയായ ദേവിയുടെ പദം വരെ നമുക്ക് പറഞ്ഞു നിർത്താം. ബാക്കിയുള്ള പദം എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ക്ലാസ്സിന്റെ ഓർമ്മ പറഞ്ഞു. പിന്നെ എൻ്റെ ഈ പ്രഭാഷണമെല്ലാം യൂട്യൂബിൽ വരുന്നുണ്ട് കേട്ടോ. അത് ഒരു ദിവസം കേൾക്കാത്തവരോ പഴയതുള്ളവർക്കോ ഇതെന്നെ വീണ്ടും നിങ്ങൾ കേൾക്കാനുണ്ടെങ്കിൽ അതിന് സാധിക്കും. ദുർഗാ പരമേശ്വരി സത്സംഗം എന്നാണ് ഇതിന്റെ പേര്. ഡി ക്യാപിറ്റൽ പരമേശ്വരി REE ഒരു സ്പേസ് സത്സംഗം എസ് നടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന നമ്പർ നോട്ട് ചെയ്തോളൂ, 9400667316. പേര് നോട്ടീസ് നോക്കിക്കാണും, കൈലാസനാഥൻ എന്നാണ് പേര്. ഈ നമ്പറിൽ വാട്സാപ്പിൽ ഇട്ടിട്ട് നിങ്ങളുടെ പേരും ബ്രാക്കറ്റ് കല്ലറമുടന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു ഹായ് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഈ ലിങ്ക് അയച്ചു തരാം. എല്ലാം 145 വീഡിയോസ് അതിനകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ഗണപതി കറിയിടുന്നുണ്ട് അതിൻ്റെ അർത്ഥം അതിൽ കിട്ടും. ഇതുപോലെ ധാരാളം ടിപ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. എല്ലാവർക്കും ദൈവയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകക്ഷേമാർത്ഥം ഒരു നിമിഷം ധ്യാനം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹേശ്വരി. డన్ వందచ్చు.